പറഞ്ഞ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട മലനിരകളാണ് ആരവല്ലി. കഴിഞ്ഞ ദിവസം നമ്മൾ ആരവല്ലിയെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി. അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ടെമ്പിൾസ്. ജൈന ടെമ്പിൾ ആണ് ദിൽവാര ടെമ്പിൾ. സോ ദിൽവാര ടെമ്പിൾ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആരവല്ലിയിലാണ്, മൗണ്ട് അബുവിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്, ദിൽവാര ടെമ്പിൾ. അതുപോലെ ആരവല്ലിയിലെ പ്രധാന സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്. പ്രധാനമായി അത് കാണുന്നത് ഹിമാചലിലാണെന്ന് നമ്മൾ പഠിച്ചു. 2-3 സുഖവാസ കേന്ദ്രങ്ങളുടെ പേരുകൾ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തു വെക്കണമായിരുന്നു. ഡൽഹൌസി ഹിമാചൽ പ്രദേശില്, അതുപോലെ തന്നെ ധർംശാല ഹിമാചൽ പ്രദേശിലാണ്, ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലാണ്. സോ അങ്ങനെയുള്ള കുറച്ച് പേരുകൾ ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അതും നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, മൗണ്ട് ഗുരു ശിഖാറാണ് ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ. മൗണ്ട് അബുവിന് ഒരു പഴയ പേരുണ്ടായിരുന്നു, അർബുദാഞ്ചൽ. ഇത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ, ഒരു തവണ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൂ. മൗണ്ട് അബുവിന്റെ പഴയ പേര് അർബുദാഞ്ചൽ എന്നായിരുന്നു, അർബുദാഞ്ചൽ. അതുപോലെ നമ്മുടെ ഹിമാലയത്തിൽ നമ്മൾ ഒരുപാട് ചുരങ്ങളുടെ പേര് പഠിച്ചു, പാസസിന്റെ പേര് പഠിച്ചു. അതുപോലെ തന്നെ മൗണ്ട് അബുവിനെയും മൗണ്ട് ഗുരുശിഖാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചുരമുണ്ട് ആരവല്ലിയിൽ. അതിന്റെ പേരാണ് ഗൊരങ്കാട്ട് പാസ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗൊരങ്കാട്ട് പാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആരവല്ലി മലനിരകളിലാണ് ഗൊരങ്കാട്ട് പാസ്. മൗണ്ട് അബുവിനെയും മൗണ്ട് ഗുരുശിഖാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരമാണ് ഗൊരങ്കാട്ട് പാസ്. ഇവിടെ മറ്റൊരു പാസ് കൂടിയുണ്ട് ആരവല്ലിയിൽ, ഹൽദിഗഡ് പാസ്. സോ ആരവല്ലിയിലെ 2 പാസുകൾ, 2 ചുരങ്ങളുടെ പേരുകൾ ഓർത്തു വെക്കുക. ഒന്ന് ഗൊരങ്കാട്ട് പാസ്, മറ്റൊന്ന് ഹൽദിഗഡ് പാസ്. സോ ഗൊരങ്കാട്ട് പാസും ഹൽദിഗഡ് പാസും ഇത് 2 ആരവല്ലിയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അല്ലാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഖുഞ്ചറ പാസിനെ കുറിച്ച് പഠിച്ചിരുന്നു, നംകില പാസിനെ കുറിച്ച് പഠിച്ചു, ജലീപ്ല, ഷിപ്കില. സോ ഇങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചുരങ്ങളുടെ പേരുകൾ ഓർത്തിരിക്കുക. അത് ഏത് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഏത് സംസ്ഥാനങ്ങളിലാണ്, അതിൽ മറ്റെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ സത്ലജ് നദി ഒഴുകുന്നത് ഏത് ചുരത്തിലൂടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഷിപ്കില ചുരമാണ്, ഹിമാചൽ പ്രദേശിലെ ഷിപ്കില പാസ്. അതുപോലെ ഹൽദിഗഡ് പാസ് എവിടെയാണ്? ആരവല്ലിയിലാണ് ഹൽദിഗഡ് പാസ്. ഗൊരങ്കാട്ട് പാസ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരവല്ലി. സോ ആരവല്ലിയിൽ പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത മലനിരകളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ വിന്ധ്യ സത്പുര നിരകൾ. വിന്ധ്യ സത്പുര നിരകൾ നമ്മൾ പറഞ്ഞു, ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നിരകൾ, മലനിരകളാണ് വിന്ധ്യ നിരകൾ അല്ലെങ്കിൽ വിന്ധ്യ സത്പുര നിരകൾ. ഈ വിന്ധ്യ നിരകൾക്ക് സമാന്തരമായി പാരലായിട്ട് തന്നെ നർമ്മദ, താപ്തി എന്നീ നദികൾക്ക് ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര. വിന്ധ്യ കഴിഞ്ഞ നർമ്മദ, നർമ്മദ കഴിഞ്ഞ സത്പുര, സത്പുര കഴിഞ്ഞ താപ്തി. ഒരു ഓർഡറിൽ ഒന്ന് ഓർത്തിരിക്കുക. ആദ്യം വിന്ധ്യ കഴിഞ്ഞ നർമ്മദ നദി ഒഴുകുന്നു, നർമ്മദ നദി കഴിഞ്ഞിട്ട് സത്പുര മലനിരകൾ, അത് കഴിഞ്ഞിട്ടാണ് താപ്തി മലനിരകൾ, താപ്തി നദി ഒഴുകുന്നത്. സോ നർമ്മദ നദിയാണ് വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലായിട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി, അല്ലെങ്കിൽ റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. ഇന്ത്യയിലെ ഭ്രംശ താഴ്വര, വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലുള്ള ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ നദി. സോ വിന്ധ്യ കഴിഞ്ഞ നർമ്മദ, അതിനുശേഷം സത്പുര, അത് കഴിഞ്ഞിട്ട് താപ്തി വരുന്നത്. സോ വിന്ധ്യയ്ക്ക് പാരലായിട്ട് സമാന്തരമായിട്ടുള്ള സത്പുര. ഇതിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്ന് നർമ്മദയുടെ ചോദ്യം വന്നിട്ടുണ്ട്, മറ്റൊന്ന് സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം പച്മർഹിയാണ്. പച്മർഹി മഹാരാഷ്ട്രയിലാണ് പച്മർഹി എന്ന് പറയുന്ന സ്ഥലം സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നതാണ്. ഇന്നലെ നമ്മളൊരു റാണിയുടെ ക്വസ്റ്റ്യൻ പഠിച്ചു, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം മസൂരിയാണ്. ഡെറാഡൂണിലെ മസൂരിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി. അതിനൊപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൊടൈക്കനാലാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി, റാണിയാണെങ്കിൽ മസൂരി. അങ്ങനെയാണെങ്കിൽ സത്പുരയുടെ റാണി പച്മർഹിയാണ്. എല്ലാ മലനിരകളിലും ഒരു ഉയരം കൂടിയ കൊടുമുടി ഉണ്ടാകും. സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലെങ്കിൽ പർവ്വതത്തിന്റെ പേരാണ് ധൂപ്ഗാർ. ധൂപ്ഗാർ ആണ് സത്പുരയിലെ ഉയരം കൂടിയ കൊടുമുടി. നമ്മൾ ഇന്നലെ 2-3 ഉയരം കൂടിയ കൊടുമുടികൾ പഠിച്ചിരുന്നു ഇല്ലേ? നാഗാ ഹിൽസിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് സാരാമതി പീക്ക് എന്ന് പഠിച്ചു. ആൻഡമാൻ നിക്കോബാറിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് സാഡിൽ പീക്ക് എന്ന് പഠിച്ചു.
അതുപോലെ സത്പുരയിലെ ഉയരം കൂടിയ പർവ്വതമാണ് ധൂപ്ഗാർ. സത്പുരയിലെ ഉയരം കൂടിയ പർവ്വതം ധൂപ്ഗാർ ആണ്. ഇവിടെയും ഒരു പ്രധാനപ്പെട്ട ചുരമുണ്ട്, അസിർഗഡ് ചുരം. അസിർഗഡ് ചുരം സത്പുരയിലാണ്. നമ്മൾ അത്യാവശ്യം കുറച്ച് ചുരങ്ങളുടെ പേര് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പേരുകളൊന്ന് സെപ്പറേറ്റ് എഴുതിയിട്ട് ഒരു പേപ്പറിലാക്കി വെക്കുക. ഇടയ്ക്ക് അതൊന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിഞ്ഞു പോകും അങ്ങോട്ടും ഇങ്ങോട്ടും. അസിർഗഡ് ആണെങ്കിൽ സത്പുരയാണ്, ഹൽദിഘട്ട് ആണെങ്കിൽ ആരവല്ലിയാണ്, ഗൊറങ്ഘാട്ട് ആരവല്ലിയാണ്. അതുപോലെ തന്നെ ഷിപ്കില ഹിമാചൽ പ്രദേശിലാണ് വരുന്നത്. അതെ, ഹിമാദ്രിയുടെ ഇടയിലായിട്ടാണ് വരുന്നത്. ഹിമാദ്രിയുടെ ഇടയിലായിട്ടാണ് വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കുക. പശ്ചിമഘട്ടം പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പശ്ചിമഘട്ടം. അറിയാം, ഇപ്പൊ പശ്ചിമഘട്ടത്തിന്റെ എക്കോളജിക്കൽ എക്കോ സ്പോർട്സിനെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ഒരുപാട് കമ്മിറ്റികളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ചോദിച്ചിട്ടും ഉള്ളതാണ് അല്ലെ. നമ്മുടെ അറബിക്കടലിന് സമാന്തരമായിട്ട്, അറബിക്കടലിന് പാരലൽ ആയിട്ട് ഗുജറാത്തിന് താഴെ താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഒരു പർവ്വത നിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇതെന്താ 1600 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. 6 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഓർത്തിരിക്കുക, 6 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ്. നമ്മൾ ഇന്നലെ കുറെ സംസ്ഥാനങ്ങളുടെ നമ്പേഴ്സ് ഒക്കെ പഠിച്ചു ഇല്ലേ. ഇന്ത്യയിൽ കോസ്റ്റൽ ലൈൻസ് ഉള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര, അതുപോലെ കോസ്റ്റൽ ഇല്ലാത്ത ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇതും ഒന്ന് ഓർത്തിരിക്കുക. പശ്ചിമഘട്ടം കടന്നു പോകുന്നത് 6 സംസ്ഥാനങ്ങളിലൂടെയാണ്. ആ മാപ്പ് ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരള, തമിഴ്നാട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു 4 ചുരങ്ങൾ ഓർത്തിരിക്കണം. പശ്ചിമഘട്ടത്തില് പ്രധാനപ്പെട്ട 4 ചുരങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് ബോർഘാട്ട് ചോദിച്ചിട്ടുണ്ട്. മുംബൈയും പൂനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ചുരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബോർഘാട്ട് ചുരമാണ്. മുംബൈ ആൻഡ് പൂനെ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരമാണ് ബോർഘാട്ട് ചുരം. എന്നാൽ നാസിക്കിനെയും മുംബൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. നാസിക്കിനെ ചെയ്യുന്ന ചുരമാണ് താൽഘാട്ട് ചുരം. താൽഘാട്ട്. സോ ബോർഘാട്ടും താൽഘാട്ടും ഓർത്തിരിക്കുക. ബോർഘട്ട് മുംബൈയെ പൂനെയുമായിട്ടും താൽഘട്ട് നാസിക്കിനെ മുംബൈയുമായിട്ടും കണക്ട് ചെയ്യുന്ന ചുരമാണ്. പിന്നെ നമ്മുടെ പാലക്കാട് ചുരം, കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. ഇതാണ് 30 മുതൽ 40 കിലോമീറ്റർ വീതിയുള്ള ഒരു ചുരമാണ് പാലക്കാട് ചുരം. നമ്മുടെ കേരളത്തിന് തമിഴ്നാടുമായിട്ട് അല്ലെങ്കിൽ പാലക്കാടിനെ കോയമ്പത്തൂരുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് പാലക്കാട് ചുരം. പിന്നുള്ളതാണ് ചെങ്കോട്ട ചുരം, ചെങ്കോട്ട പാസ്. ആര്യങ്കാവിലാണ് ചെങ്കോട്ട ചുരം വരുന്നത്. അതിന് ആര്യങ്കാവ് പാസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ആര്യങ്കാവ് പാസ് അല്ലെങ്കിൽ ചെങ്കോട്ട ചുരം. ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2695 മീറ്റർ ആണ്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. ചിലപ്പോൾ ചോദിക്കാം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും അത് ആനമുടി തന്നെയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു, മൗണ്ട് ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2. അതിന്റെ ഹൈറ്റ് നമ്മൾ പറഞ്ഞു 8611. അതുപോലെ പൂർണ്ണമായും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് കാഞ്ചൻജംഗ. 85-86 മീറ്റർ കാഞ്ചൻജംഗ. അതുപോലെ തെക്കേ ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്, 2695 മീറ്റർ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ആനമുടി തന്നെയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി. ഈ 3 ചോദ്യത്തിന്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി, തെക്കേ ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി. 3 ആനമുടി തന്നെയാണ്. ആനമല, ഏലമല, പളനിമല ഈ 3 മലകളും സംഗമിക്കുന്ന പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയിൽ വെച്ചിട്ടാണ്. ഇത് 3 സംഗമിക്കുന്നത് ആനമുടിയുടെ അടുത്ത് വെച്ചിട്ടാണ്. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്ന പീഠഭൂമി ആനമുടിക്ക് അടുത്ത് വരുന്ന നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ തന്നെയാണ്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത്, ഇത് രണ്ടും പഠിച്ചു വെക്കുക. കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ പേര് സഹ്യപർവ്വതം എന്നും, എന്നാൽ മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് സഹ്യാദ്രി എന്നുമാണ്. സഹ്യപർവ്വതവും സഹ്യാദ്രി
എവിടെയൊക്കെ അറിയപ്പെടുന്ന പേരാണ്? പശ്ചിമഘട്ടത്തിന്റെ പേര് തന്നെയാണ്. കേരളത്തിലാണെങ്കിൽ പശ്ചിമഘട്ടം സഹ്യപർവ്വതം എന്നും മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നുമാണ്. സോ പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഹൈറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. അതുപോലെ തന്നെ ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടിയും ഉപദ്വീപീയ ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടിയും ആനമുടി തന്നെയാണ്. പശ്ചിമഘട്ടത്തിന്റെ രണ്ട് പേരുകൾ ഓർത്തിരിക്കുക. സഹ്യപർവ്വതം കേരളത്തിൽ അറിയപ്പെടുന്നത്, മഹാരാഷ്ട്ര കർണാടകയില് സഹ്യാദ്രി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിനെ ഉൾപ്പെടുത്തിയ വർഷം 2012 ജൂലൈ 1 യുനെസ്കോ ലോക വർഷവും തീയതിയും മാസവും ഓർത്തിരിക്കുക. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിനെ ഉൾപ്പെടുത്തിയ വർഷമാണ് 2012 ജൂലൈ 1. ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് നമ്മുടെ ഈ ലോക പൈതൃക പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയ കേന്ദ്രങ്ങൾ 39 സ്ഥലങ്ങളാണ്. പശ്ചിമഘട്ടത്തിലെ പല പല ഭാഗങ്ങളിൽ നിന്നുള്ള 39 ഹോട്ട്സ്പോട്ടുകൾ അല്ലെങ്കിൽ 39 സ്ഥലങ്ങളാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 39 എണ്ണത്തിൽ 20 എണ്ണവും കേരളത്തിൽ നിന്നാണ്. പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി ആഘാത പഠനം നടത്താനായിട്ട് കേന്ദ്ര സർക്കാർ 2 കമ്മിറ്റികളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ കേരള സർക്കാരും ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 കമ്മിറ്റിയെ കുറിച്ചും ഒന്ന് അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. എന്നാൽ ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ഇപ്പോ നമ്മുടെ കേരളത്തിലെ മിക്കവാറുമുള്ള പശ്ചിമഘട്ട മേഖലയിൽ താമസിക്കുന്ന ഒരുപാട് കുടിയേറ്റ കർഷകർക്ക് അവരുടെ സ്ഥലവും വീടും ഒക്കെ നഷ്ടപ്പെടും എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് പഠിക്കാനായിട്ട് വീണ്ടും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ മറ്റൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. അതിന്റെ പേരാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. കസ്തൂരി രംഗൻ കമ്മിറ്റി. ഓർത്തിരിക്കുക, 2 കമ്മിറ്റികളാണ്. ആദ്യത്തേത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി ആഘാത പഠനം നടത്താനായിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു ഏത്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. എന്നാൽ ആ കമ്മിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് വീണ്ടും ഒരു കമ്മിറ്റിയെ കൊണ്ടുവന്നു. അത് കസ്തൂരി രംഗൻ കമ്മിറ്റിയാണ്. ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് കേരള സർക്കാർ മറ്റൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. അതിന്റെ പേരാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഇതിന് ഒരു തവണ PSC ഒരു ചോദ്യം ചോദിച്ചു. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റിന് സമർപ്പിച്ച വർഷം അല്ലെങ്കിൽ ഏത് വർഷമാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്? ഓർത്തിരിക്കുക, 2011 മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇന്ത്യ ഗവൺമെന്റിന് സമർപ്പിച്ചത്. പൂർവഘട്ടം. അറബിക്കടലിന് സമാന്തരമായിരുന്നു പശ്ചിമഘട്ടമെങ്കിൽ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ടാണ് പൂർവഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. മുമ്പൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് പൂർവഘട്ടത്തിൽ ഏത് വർഷമാണ് സമർപ്പിച്ചത് റിപ്പോർട്ട്? 2011. മാധവ് ഗാഡ്ഗിൽ ചോദിച്ചിട്ടുണ്ട് ഒരു തവണ PSC ക്വസ്റ്റ്യൻ. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 2011. സോ പൂർവഘട്ടത്തില് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2010-12 സമയത്ത് PSC-യിലായിരുന്നെങ്കിൽ ഉയരം കൂടിയ കൊടുമുടിയുടെ ഉത്തരം മഹേന്ദ്രഗിരി ആയിരുന്നു. പക്ഷെ ഇപ്പോ PSC-യുടെ ഉത്തരം ജിന്ദാഗഡ്ഡ പീക്കാണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, പൂർവഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് ജിന്ദാഗഡ്ഡ പീക്കാണ്. ആന്ധ്രാപ്രദേശിലാണ് ജിന്ദാഗഡ്ഡ പീക്ക്. രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് മഹേന്ദ്രഗിരി. തിരിഞ്ഞു പോവരുത്. സോ പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയത് ആനമുടി, ആരവല്ലിയിലേതാണെങ്കിൽ മൗണ്ട് ഗുരു ശിഖർ, നമ്മുടെ സത്പുരയിലാണെങ്കിൽ അത് ദുബ്ഗാർഹ, പൂർവഘട്ടത്തിലാണെങ്കിൽ അത് ജിന്ദാഗഡ്ഡ. ഇത് 4 ചെറുതായിട്ടൊരു ബോക്സിനകത്ത് ഇട്ട് സെപ്പറേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു പോവില്ല. പൂർവഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്ദാഗഡ്ഡ. ഈ പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ചെന്ന് ചേരുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ചേരുന്ന സ്ഥലത്തിന്റെ പേരാണ് നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുന്നുകളാണ് നീലഗിരി കുന്നുകൾ.
നീലക്കുന്നുകൾ അല്ലെങ്കിൽ ബ്ലൂ മൗണ്ടെയിൻസ് ഒക്കെ നമ്മൾ പറയുന്ന കുന്നുകളാണ് നീലഗിരി കുന്നുകൾ. ഈ നീലഗിരി കുന്നുകളിലും ഒരു ഉയരം കൂടിയ പ്രദേശമുണ്ട്. അതിന്റെ പേരാണ് ദൊഡ്ഡബേട്ട. ദൊഡ്ഡബേട്ട. നീലഗിരി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നീലഗിരിയിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗത്തിന്റെ പേരാണ് തോഡ. നീലഗിരിയിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗത്തിന്റെ പേരാണ് തോഡ. തോഡ ട്രൈബ്സ് എന്നാണ് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട പീഠഭൂമികളാണ് ഡെക്കാൻ പീഠഭൂമി, അതുപോലെ തന്നെ വിന്ധ്യ സത്പുരയ്ക്കും ആരവല്ലിക്കും ഇടയിലായിട്ടുള്ള മാൽവ പീഠഭൂമി, അത് കർണാടക പീഠഭൂമിയുണ്ട്, തെലങ്കാന പീഠഭൂമിയുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഡെക്കാനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഡെക്കാൻ പീഠഭൂമി ഒരു ത്രികോണാകൃതിയിലുള്ള പീഠഭൂമിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവ പീഠഭൂമിയാണെന്നുള്ള കാര്യം ഓർക്കുക. ഡെക്കാൻ പീഠഭൂമിയിൽ പ്രധാനപ്പെട്ട ആഗ്നേയ ശിലയാണ് ബസാൾട്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മണ്ണിനമാണ് കറുത്ത മണ്ണ്. ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്നതാണ് ചോട്ടാ നാഗ്പൂർ. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും ദാമോദർ നദിയാണ്. അതുപോലെ തന്നെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഒരു ഭൂഖണ്ഡാനന്തര പീഠഭൂമിക്ക് ഉദാഹരണമാണ്. ഒരു ഭൂഖണ്ഡാനന്തര ഇന്ത്യയിൽ ഒരു ഭൂഖണ്ഡാനന്തര പീഠഭൂമിക്ക് ഉദാഹരണം ഏതാന്ന് ചോദിക്കുന്നെങ്കിൽ അത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ആയിരിക്കും. ഓക്കെ, ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട മലനിരകൾ നമ്മൾ നോക്കി. ആരവല്ലി, ആരവല്ലിയിലെ പ്രധാനപ്പെട്ട കൊടുമുടി, സുഖവാസ കേന്ദ്രം, അതുപോലെ തന്നെ 2 ഇമ്പോർട്ടന്റ് ചുരങ്ങളുണ്ട്, ഗൊറങ്കാട്ട് പാസും ഹൽദിഗഡ് പാസും. സത്പുര, വിന്ധ്യ സത്പുര. വിന്ധ്യ സത്പുരയിലെ പ്രധാനപ്പെട്ട ഒരു പാസ്സാണ് അസർഗട്ട് പാസ് എന്ന് പറഞ്ഞു. അതുപോലെ ഡെക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണമാണ് പൂനെ. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് അടുത്തത് നദികളിലേക്ക് പോവാം. ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും. ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും. ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും 2 തരത്തിൽ നമുക്ക് തരംതിരിക്കാം. ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും. ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും. ഇതിലെ ഹിമാലയൻ നദികളുടെ ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ പ്രഭവ സ്ഥാനം എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. നമ്മൾ ഇന്നലെ പഠിച്ച ഉത്തരപർവ്വത മേഖലയിൽ പല മലനിരകളിൽ നിന്നുമാണ് ഹിമാലയൻ നദികൾ ഉത്ഭവിക്കുന്നത്. പ്രധാനമായിട്ടും 3 ഹിമാലയൻ നദികളാണുള്ളത്. പിന്നെ അതിന്റെ കുറെ പോഷക നദികളുണ്ട്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇവിടെ ഇൻഡസ് എന്ന് പറയും. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു പുരുഷന്റെ പേരുള്ള, PSC എടുത്താവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു പുരുഷന്റെ പേരുള്ള ഹിമാലയൻ നദി ബ്രഹ്മപുത്രയാണ്. ബാക്കിയെല്ലാം സ്ത്രീകളുടെ പേരാണ്. പുരുഷന്റെ പേരുള്ള ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമ ഭാഗത്ത് നദീ സംവിധാനമാണ് സിന്ധു നദീ സംവിധാനം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമ ഭാഗത്ത്, വെസ്റ്റേൺ സൈഡിൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വെസ്റ്റേൺ സൈഡ് അല്ലെങ്കിൽ പശ്ചിമ ഭാഗത്തെ നദിയാണ് സിന്ധു നദി. ഇത് ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബൊക്കാർച്ചു ഗ്ലേഷ്യർ അല്ലെങ്കിൽ ബൊക്കാർച്ചു ഹിമാനി. ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവർ ലേക്ക്, മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ഒരു ഗ്ലേഷ്യറിൽ നിന്നാണ്. അതിന്റെ പേരാണ് ബൊക്കാർച്ചു ഗ്ലേഷ്യർ അല്ലെങ്കിൽ ബൊക്കാർച്ചു ഹിമാനി. ബൊക്കാർച്ചു ഹിമാനിയാണ് സിന്ധുവിന്റെ ഉത്ഭവസ്ഥാനം. സിന്ധുവിന്റെ മുഴുവൻ നീളം 2880 കിലോമീറ്റർ ആണ്. പക്ഷെ ഇതില് ആകെ 709 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം. പല ടെക്സ്റ്റുകളിലും പല വാല്യൂസ് ആണ് കൊടുക്കുന്നത്. NCERT എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1114 എന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് PSC ആയതുകൊണ്ട് തന്നെ നമുക്ക് SCERTയുടെ ഉത്തരം പഠിച്ചാൽ മതി. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ദൂരം 709 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ദൂരം 709 കിലോമീറ്റർ ആണ്. മൊത്തം നീളം ചോദിക്കുകയാണെങ്കിൽ 2880 കിലോമീറ്റർ ആണ് സിന്ധുവിന്റെ നീളം. ഇന്ത്യയിലെ ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തോടു കൂടിയാണ് സിന്ധു നദി ഒഴുകുന്നത്. ഇന്ത്യയിൽ ഓർക്കുക, ഒരു സ്ഥലത്തൂടെ മാത്രമാണ് സിന്ധു ഇൻഡസ് എന്ന പേരിൽ തന്നെ ഒഴുകുന്നത് അല്ലെങ്കിൽ സിന്ധു എന്ന പേരിൽ ഒഴുകുന്നത്. അത് ലഡാക്കിലാണ്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ അതിന്റെ പോഷക നദികളാണ് ഒഴുകുന്നത്. സത്ലജും ചെനാബും ജലവും ഒക്കെ അതിന്റെ പോഷക നദികളാണ്.
സിന്ധു നദി ഒഴുകുന്ന, അങ്ങനെ തന്നെ ഓർക്കുക, സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ ഏക കേന്ദ്ര ഭരണ പ്രദേശമാണ് ലഡാക്ക്. മുമ്പ് ചിലപ്പോൾ അത് ചോദിക്കാം, കാര്യം മുമ്പ് അത് സ്റ്റേറ്റ് ആയിരുന്നു. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരൊറ്റ സംസ്ഥാനത്തിലൂടെ എന്നായിരുന്നു പഠിക്കുന്നത്. പക്ഷെ ഇപ്പോ സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ ഏക കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ്. ജമ്മു ആൻഡ് കാശ്മീർ ഇല്ല എന്ന് ഓർക്കുക, ലഡാക്ക് ആണ് സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ ഏക കേന്ദ്രഭരണ പ്രദേശം. അത് ലഡാക്കിലെ ലേ എന്ന പട്ടണത്തിനെ ചുറ്റിയാണ് ഈ നദി ഒഴുകുന്നത്. ലഡാക്കിലെ ലേ എന്ന പട്ടണം, സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലേ ആണ്. ലഡാക്കിലാണ് ലേ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഹിമാലയൻ നദിയില് 3 നദികളില് ഒരൊറ്റ നദി മാത്രമാണ് അറേബ്യൻ സീയിലേക്ക്, അറബിക്കടലിലേക്ക് ചെന്ന് പതിക്കുന്നത്. ബാക്കി ഗംഗയും ബ്രഹ്മപുത്രയും, ഈ 2 നദികളും ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിലേക്കാണ് പതിക്കുന്നത്. സോ പടിഞ്ഞാറോട്ട് ഒഴുകി അറേബ്യൻ സീയിൽ, അറേബ്യൻ കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് സിന്ധു നദിയാണ്. അതാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു ആണ്. ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും പടിഞ്ഞാറുള്ള നദി നമ്മൾ ആദ്യം പറഞ്ഞു, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പടിഞ്ഞാറുള്ള നദിയാണ് സിന്ധു നദി. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദിയും സിന്ധു ആണ്. നമ്മൾ ഹിസ്റ്ററി ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും, ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള നദിയും സിന്ധു നദിയെ കുറിച്ചാണ്. സിന്ധു ആണ് ഇന്ത്യയുടെ പശ്ചിമ ഭാഗം അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തോടു കൂടി ഒഴുകുന്ന നദി. ഇന്ത്യയിൽ അത് ആകെ ഒരൊറ്റ സ്ഥലത്തൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയാണ് സിന്ധു നദി ഒഴുകുന്നത്. സിന്ധു നദിയുടെ നീളം ചോദിക്കുകയാണെങ്കിൽ അത് 2880 കിലോമീറ്റർ ആണ്. 2880 കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ നീളം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ നീളം എത്ര എന്ന് ചോദിച്ചാൽ അത് 709 കിലോമീറ്റർ ആണ്. 709. സിന്ധുവിന്റെ ഉത്ഭവസ്ഥാനം ഇത് ടിബറ്റിലാണ്. ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബൊക്കാർച്ചു ഗ്ലേഷ്യർ അല്ലെങ്കിൽ ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി. നമ്മൾ കാനിയോൺസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അതിനെയാണ് ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി. 3 കാര്യങ്ങൾ ഓർക്കുക ഇതില്. സിന്ധു നദീജല കരാറ് വന്ന വർഷം ഓർത്തിരിക്കുക. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ചാണ്, പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ചിട്ടാണ് ഇത് ഒപ്പുവെച്ചത്. പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞപ്പോഴേ പാകിസ്ഥാൻ അവരുടെ ഒരു നാഷണൽ ഡ്രിങ്ക് ആയിട്ട് ഷുഗർ കെയിൻ ജ്യൂസിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കരിമ്പിൻ ജ്യൂസിനെ നാഷണൽ ഡ്രിങ്ക് ആയിട്ട് ഡിക്ലെയർ ചെയ്ത രാജ്യം പാകിസ്ഥാനാണ് ഈ അടുത്തിടയ്ക്ക്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച 2 രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. അതിനുവേണ്ടി മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക് ആണ്. 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. സിന്ധു നദീജല കരാർ വന്ന വർഷം, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ മധ്യസ്ഥത വഹിച്ചത്. ഈ 3 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് PSC. സിന്ധു നദീജല കരാർ വന്ന വർഷം 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ചിട്ടാണ് ഒപ്പുവെച്ചത്. രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക് ആണ്. സിന്ധു നദിക്ക് പ്രധാനമായിട്ടും 5 പോഷക നദികളാണുള്ളത്. 5 പോഷക നദി: ഝലം, ചെനാബ്, ബിയാസ്, സത്ലജ്, രവി. ഝലം, ചെനാബ്, ബിയാസ്, സത്ലജ്, രവി. ഈ 5 പോഷക നദികളും കൂടെ ഒഴുകുന്നത് കൊണ്ടാണ് നമ്മുടെ പഞ്ച് ആബ്, 5 നദികൾ, പഞ്ച് ആബ് എന്നുള്ള പേര് പഞ്ചാബിന് കിട്ടിയത്. സോ സത്ലജ്, ബിയാസ്, ചെനാബ്, ഝലം, രവി. സത്ലജിനെ കുറിച്ച് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞു, ഷിപ്കീല ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദിയാണ് സത്ലജ് നദി എന്ന് പറയുന്നത്. ഈ സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന, ഓർക്കുക, സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ്. ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ്. അതുപോലെ തന്നെ സിന്ധുവിന്റെ പോഷക നദികൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും തെക്കു ഭാഗത്തായിട്ട് ഒഴുകുന്ന പോഷക നദിയും സത്ലജ് തന്നെയാണ്. ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും തെക്കു ഭാഗത്തായിട്ടുള്ള
സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ്. ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ അഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, കൃഷിക്ക് വേണ്ടിയിട്ട് മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കനാലാണ് ഇന്ദിരാഗാന്ധി കനാല്. ഈ ഇന്ദിരാഗാന്ധി കനാലിന് ആവശ്യമായ വെള്ളം കൊടുക്കുന്നത് സത്ലജ് നദിയിൽ നിന്നാണ്. സോ ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്ലജിലാണ്. സത്ലജിൽ നിന്നുള്ള ഇന്ദിരാഗാന്ധി കനാലിലെ വാട്ടർ എവിടത്തേക്കാണ് യൂസ് ചെയ്യുന്നത്? രാജസ്ഥാനിലെ കൃഷിയും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയുമാണ് ഇന്ദിരാഗാന്ധി കനാൽ യൂസ് ചെയ്യുന്നത്. സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ്. രണ്ടാമത്തെ പോഷക നദിയാണ് ജലം. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ജലം. ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: സിന്ധുവിന്റെ പോഷക നദി. വൂളാർ തടാകത്തിലേക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ എന്ന് പറയുന്നത്. ഈ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ജലം. വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിന്റെ പോഷക നദി ജലമാണ്. അതുപോലെ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ജലം നദിയുടെ തീരത്താണ്. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ജലം നദിയുടെ തീരത്താണ്. ഇവിടെ നിന്ന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ജലമാണ്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി ജലമാണ്. LDCക്ക് മിക്കവാറും ഉള്ള ഡിസ്ട്രിക്റ്റുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലാസ്റ്റ് വൺ. ഗ്രീക്കിൽ ഹൈഡാസ്പസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗ്രീക്കിൽ ഹൈഡാസ്പസ് എന്നറിയപ്പെടുന്ന നദി ജലമാണ്. ഗ്രീക്കിൽ ഹൈഡാസ്പസ് എന്നറിയപ്പെടുന്ന നദി ജലമാണ്. മൂന്നാമത്തെ പോഷക നദി ചെനാബ് ആണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി, തിരിഞ്ഞു പോകരുത്, സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചെനാബ്. ചന്ദ്ര എന്നും ഭാഗ എന്നും പേരുള്ള രണ്ട് നദികൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടായ പോഷക നദിയാണ് ചെനാബ്. അത് അങ്ങനെയാണ് ചെനാബ് എന്ന് പേര് കിട്ടിയത്. ചന്ദ്ര എന്നും ഭാഗ എന്നും പേരുള്ള രണ്ട് നദികൾ ചേർന്നുണ്ടാവുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ചെനാബ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചെനാബ്. എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സത്ലജ് ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി സത്ലജ് ആണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചെനാബ് ആണ്. ഇവിടെ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി, മറ്റൊന്ന് ദുൽഹസ്തി ജലവൈദ്യുത പദ്ധതി. ദുൽഹസ്തി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്? ചെനാബ് ആണ്. സോ കിഷൻ ഗംഗ ആണെങ്കിൽ അത് ജലമാണ്. ദുൽഹസ്തി ജലവൈദ്യുത പദ്ധതി ആണെങ്കിൽ അത് ചെനാബ് ആണ്. ബലിഗർ ഡാം, ബലിഗർ ഡാം എവിടെയാണ്? ബലിഗർ ഡാം ചെനാബിലാണ്. ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കുക. ദുൽഹസ്തി ജലവൈദ്യുത പദ്ധതി ചെനാബിലാണ്, ബലിഗർ ഡാം ചെനാബിലാണ്, അതുപോലെ തന്നെ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചെനാബാണ്. നാലാമത്തത് ബിയാസ് ആണ്. ബിയാസിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു പോയിന്റ് പഠിച്ചിരുന്നു. റോഹ്താങ് പാസിന് സമീപത്ത് നിന്ന്, അല്ലെങ്കിൽ റോഹ്താങ് പാസിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ് എന്നറിയപ്പെടുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബിയാസ് നദി ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ തീരുന്ന ഒരു നദിയാണ്. അതായത് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി. ഇതും ചോദിച്ചിട്ടുണ്ട്. പൂർണ്ണമായും 3 ക്വസ്റ്റ്യൻസ് ആണ്, തിരിഞ്ഞു പോകരുത്. ഒന്ന്, സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചെനാബ് ആണ്. എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജ് ആണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ബിയാസ് ആണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് മൂന്നും. സോ ഇത് മൂന്നും സെപ്പറേറ്റ് ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി, ഓർത്തിരിക്കുക. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയും ഏത് തന്നെയാണ്? ബിയാസ് ആണ്. കാരണം ബാക്കി എല്ലാ പോഷക നദികളും ഇന്ത്യയിലോ അല്ലെങ്കിൽ പുറത്തു നിന്നോ ഉത്ഭവിച്ചിട്ട് പാകിസ്ഥാന്റെ ഭാഗങ്ങളിലൊക്കെ വെച്ചിട്ടായിരിക്കും ചെന്ന് ഇൻഡസുമായിട്ട് ചേരുന്നത്. പക്ഷെ ബിയാസ് ഇന്ത്യയിൽ തന്നെ ഫോം ചെയ്ത് ഇന്ത്യയിൽ തന്നെ തീരാണ്. സത്ലജിലേക്കാണ് ഇത് വന്ന് ചേരുന്നത്. ബിയാസ് നദി വന്ന് ചേരുന്നത് സത്ലജിലേക്കാണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയുമാണ് ബിയാസ്. ഇവിടെ നിന്ന് ഒരു പ്രധാനപ്പെട്ട അണക്കെട്ടിന്റെ പേരുണ്ട്, അത് പഠിച്ചു വെച്ചിരിക്കണം, ചോദിക്കാറുണ്ട്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി, അല്ലെങ്കിൽ സിന്ധുവിന്റെ ഏത് പോഷക നദിയിലാണ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? പോങ് അണക്കെട്ട് ബിയാസിലാണ്. നേരത്തെ നമ്മൾ പഠിച്ചു ബലിഗർ ഡാം, ചെനാബ്, പോങ് ഡാം, ബിയാസ്. ഇത് രണ്ടും ഓർത്തിരിക്കുക. ബലിഗർ ഡാം ആണെങ്കിൽ അത് ചെനാബിലും, പോങ് ഡാം ആണെങ്കിൽ അത് ബിയാസിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വേദങ്ങളിൽ
നമ്മൾ വേദങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ അർജിക്കുജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ബിയാസ് ആണ്. വേദങ്ങളില് അർജിക്കുജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ബിയാസ് ആണ്. രവി, ലാഹോറിന്റെ നദി എന്നാണ് രവി അറിയപ്പെടുന്നത്. ലാഹോർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് രവി നദിക്കരയിലാണ്. നൂർജഹാന്റെയും ജഹാംഗീറിന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രവിയിലാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഡാം ഉണ്ട്, ആ ഡാം ഒന്ന് ഓർത്തിരിക്കുക. ഷാപൂർകണ്ടി ഡാം എന്നാണ് അറിയപ്പെടുന്നത് രവി നദിയിലാണ്. സോ 3 ഡാമുകൾ ഓർത്തിരിക്കുക. ഓക്കെ, പോങ് ഡാം ബിയാസിലാണ്. അതുപോലെ തന്നെ ചെനാബിലുള്ള ഡാമിന്റെ പേരാണ് ബലിഗർ ഡാം. തിരിഞ്ഞു പോകരുത്, ബലിഗർ ഡാം. ചെനാബിലെ ഡാമിന്റെ പേരാണ് ബലിഗർ ഡാം. രവിയിലുള്ളത് ഷാപൂർകണ്ടി ഡാം, രവി റിവറിലാണ്. അടുത്ത 2 ചോദ്യങ്ങള്. ഹാരപ്പ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെ, സിന്ധു നദീതട സംസ്കാരം. അല്ല, പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ് ഹാരപ്പയും മോഹൻജദാരോയും. ഹാരപ്പ ഏത് നദിയുടെ തീരത്താന്ന് ഓർക്കുക, രവിയാണ്. ഹാരപ്പ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് രവി കിട്ടും. ഹാരപ്പ രണ്ടിടത്തും വരുന്നുണ്ട്. മോഹൻജദാരോ ഓർത്തിരിക്കാൻ എളുപ്പമാണ്, സിന്ധു ആണ്. മോഹൻജദാരോ സിന്ധു നദീതീരത്തും ഹാരപ്പ രവി നദീതീരത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഹൈഡാസ്പസ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഛലത്തിനെ ഗ്രീക്കിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് ഹൈഡാസ്പസ്. കാരണം ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അലക്സാണ്ടറിന്റെ ഒക്കെ സമയത്ത്, ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓർത്തിരിക്കുക, ഛലം നദിയുടെ ഗ്രീക്കിലെ പേരാണ് ഹൈഡാസ്പസ് എന്നറിയപ്പെടുന്നത്. ഇതുപോലെ ഓരോന്നിനും പ്രാചീന നാമവും ഗ്രീക്ക് നാമവും ഉണ്ട്. ഛലം പ്രാചീന സമയത്ത് അറിയപ്പെട്ടിരുന്ന വിദാസ്ത എന്നായിരുന്നു, ഗ്രീക്കിലെ ഹൈഡാസ്പസ് എന്നും. ചെനാബ് അസ്കിനി എന്നായിരുന്നു പ്രാചീന സമയത്ത് അറിയപ്പെട്ടിരുന്നത്, ഗ്രീക്കില് അസെൻസിയോസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രവി പുരുഷിനി അല്ലെങ്കിൽ ഐരാവതി, ഗ്രീക്കില് ഹൈഡ്രോട്ടസ്. ബിയാസ് വിപാസ, ഗ്രീക്കില് ഹൈഫസസ്. ഇതൊന്ന് ഓർത്തിരിക്കുക, ഹൈഫാസസ് ഒന്ന് ഓർത്തിരിക്കുക. കാര്യം ഹൈഡാസ്പസും ഹൈഫാസസും ചിലപ്പോൾ ഓപ്ഷനിൽ തരാം നിങ്ങൾക്ക്. ഓക്കെ, സോ ബിയാസ് ആണ് ഹൈഫാസസ് ഗ്രീക്കില്, ഛലമാണ് ഹൈഡാസ്പസ്. ഓക്കെ, ഇത് രണ്ടും ഓർത്തിരിക്കുക. ബിയാസിന്റെ പ്രാചീന നാമം വിപാസ എന്നാണ്. സത്ലജ്, ശതദ്രു, അതുപോലെ തന്നെ ഗ്രീക്കില് ഹെസിഡ്രോസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇൻഡസ് കഴിഞ്ഞു. ഇൻഡസിൽ പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം, സിന്ധുവിൽ പ്രധാനമായിട്ടും ഓർക്കേണ്ട കാര്യം, ഇന്ത്യയില് പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒഴുകുന്ന നദി ഹിമാലയൻ നദിയാണ് സിന്ധു നദി എന്നറിയപ്പെടുന്നത്. സിന്ധു നദിയാണ് പടിഞ്ഞാറേക്ക് ഒഴുകുന്ന. ബാക്കി 2 ഹിമാലയൻ നദികളും കിഴക്കോട്ടാണെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു. സിന്ധു നദിയുടെ നീളം 2880 കിലോമീറ്റർ ആണ്. എന്നാൽ ഇന്ത്യയിലൂടെ അത് ഒഴുകുന്നത് 709 കിലോമീറ്റർ മാത്രമാണ്. ഇതിന്റെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ ബൊക്കാർച്ചു ഗ്ലേഷ്യർ ഹിമാനിയിൽ നിന്നാണ്. ഇൻഡസിന് പ്രധാനമായും 5 പോഷക നദികളുണ്ട്. 5 പോഷക നദികളുടെ പേര് പഠിച്ചു വെക്കുക. അതിൽ ഏറ്റവും വലിയ പോഷക നദി ചെനാബ് ആണെന്നും ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ് ആണെന്നും ഓർക്കുക. അതുപോലെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഡാമുകൾ എന്ന് ഓർക്കുക, പോങ് ഡാം ബിയാസിലാണ്, അതുപോലെ തന്നെ ഷാപൂർകണ്ടി ഡാം രവിയിലാണ്, അതുപോലെ തന്നെ ബലിഗർ ഡാം ചെനാബിലാണ്. ഈ 3 ഡാമുകൾ എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ദുൽഹസ്തി ജലവൈദ്യുത പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ജലത്തിലാണ്, സോറി ജലമല്ല, ചെനാബിലാണ് ദുൽഹസ്തി ജലവൈദ്യുത പദ്ധതി. ജലത്തിൽ വരുന്ന കിഷൻ ഗംഗയാണെന്ന് ഓർക്കുക. ഇത്രയൊക്കെ മെയിൻ ആയിട്ട് ഒന്ന് ഓർത്തിരിക്കുക. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് അറിവിന് വേണ്ടി പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഗംഗ, രണ്ടാമത്തെ ഹിമാലയൻ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടവും ഗംഗാ നദീതടം തന്നെയാണ്. ഇതിന് മൊത്തം 2005 ഏറ്റവും വലിയ നദീതടമാണ്, നദിയല്ല, ഏറ്റവും വലിയ നദീതടമാണ് റിവർ ബാങ്ക്. ഏറ്റവും വലിയ നദീതടമാണ് ഗംഗ. 2525 കിലോമീറ്റർ, 2525 ഓർക്കാൻ എളുപ്പമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗ 2525 കിലോമീറ്റർ ആണ്. കാരണം ഇൻഡസിന്റെ ആകെ കുറച്ച് ഇൻഡസിന്റെ നീളം ഗംഗയേക്കാൾ ഉണ്ടെങ്കിലും അതിലാകെ 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ചോദിക്കുകയാണെങ്കിൽ അത് ഗംഗയായിരിക്കും. ഇന്ത്യയുടെ ദേശീയ നദിയും ഗംഗ തന്നെയാണ്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ ആണ്. 2008 നവംബർ. സോ 3 കാര്യങ്ങൾ: ഗംഗ
2525 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ്. 2008 നവംബറിലാണ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഉത്ഭവസ്ഥാനം, ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഗ്ലേഷ്യർ, ഗംഗോത്രി ഹിമപാതത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. ഗായ്മുഖ് അല്ലെങ്കിൽ ഗോമുഖ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഗംഗോത്രി ഗ്ലേഷ്യറിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്, അടുത്തുള്ള ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഈ ഉത്ഭവിക്കുന്ന സ്ഥാനത്ത് ഗംഗയുടെ പേര് ഭഗീരഥി എന്നാണ്. ഓർത്തിരിക്കുക, ഉത്ഭവിക്കുമ്പോൾ ആ ഗായ്മുഖ് കേവിൽ നിന്ന് ഉത്ഭവിച്ചു വരുമ്പോൾ ഇതിന്റെ പേര് ഗംഗ എന്നല്ല, ഗംഗയുടെ ഉത്ഭവ സ്ഥാനത്തെ പേര് ഭഗീരഥി എന്നാണ്. ഉത്ഭവ സ്ഥാനത്തെ ഗംഗയുടെ പേര് ഭഗീരഥി എന്നാണ്. ഈ ഭഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരുമിച്ച് ചേരുകയും അവിടെ മുതലാണ് പിന്നെ അത് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. ഓക്കെ, ഓർക്കുക, ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഗ്ലേഷ്യറിനടുത്തുള്ള ഗായ്മുഖ് ഗുഹകളിൽ നിന്നാണ്. ഉത്ഭവ സ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്ന പേര് ഭാഗീരഥി എന്നാണ്. അവിടെ നിന്ന് ഭാഗീരഥിയും അളകനന്ദ എന്ന് പറയുന്ന രണ്ട് നദികൾ കൂടിച്ചേർന്ന് എവിടെ വെച്ച്, ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്ന് അതിനുശേഷം ഗംഗ എന്ന പേരിലാണ് താഴേക്ക് ഒഴുകുന്നത്. ഇത് ഗംഗയുടെ ഓരോ പോഷക നദികളും വന്നു ചേരുന്ന സ്ഥലങ്ങളും അവയുടെ പേരുകളുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ക്ലിയർ ആവണമെന്നില്ല, ഞാൻ ഈ PPT അയച്ചു തരുമ്പോൾ അതിനകത്ത് കുറച്ച് സൂം ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, ഗംഗോത്രിയിൽ നിന്ന് വരുന്ന ഈ റെഡ് കളർ ഇതാണ് ഭഗീരഥി എന്ന് പറയുന്നത്. ഈ ഭഗീരഥിയാണ് ഈ അളകനന്ദ റിവറുമായിട്ട് ഈ വരുന്ന ബദ്രിനാഥ്, ഇതാണ് ബദ്രിനാഥ്, ബദ്രിനാഥിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദ നദിയുമായി കൂടിച്ചേരുന്നു. എവിടെ വെച്ചിട്ട്, ദേവപ്രയാഗിൽ വെച്ചിട്ട് കൂടിച്ചേർന്ന് അതിനുശേഷം ഗംഗയായിട്ട് ഒഴുകുകയാണ്. അതിനു മുമ്പ് തന്നെ ഈ അളകനന്ദ വേറെ പല നദികളുമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. ആ സ്ഥലങ്ങൾക്ക് ഓരോന്നിനും ഓരോ പേരും പറയുന്നുണ്ട്. അളകനന്ദയാണ് എല്ലായിടത്തും ഒരുമിച്ച് ചേരുന്നത്. അളകനന്ദയും ധൗളി ഗംഗ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. അളകനന്ദയും ധൗളി ഗംഗ, ഈ ബദ്രിനാഥിൽ നിന്ന് വരുന്ന അളകനന്ദയും ഇവിടെ നിന്ന് വരുന്ന ധൗളി ഗംഗയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് വിഷ്ണു പ്രയാഗ്. ഇതാണ് വിഷ്ണു പ്രയാഗ്. അതുപോലെ തന്നെ അളകനന്ദയും നന്ദാകിനിയും, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, അളകനന്ദയും ഇവിടെ നിന്നുള്ള നന്ദാകിനി നദിയും തമ്മിൽ കൂടിച്ചേരുന്നതാണ് നന്ദപ്രയാഗ്. സോ ധൗളി ഗംഗയാണെങ്കിൽ അത് വിഷ്ണു പ്രയാഗ്, നന്ദാകിനി ആണെങ്കിൽ അത് നന്ദപ്രയാഗ്. അതുപോലെ തന്നെ പിണ്ടാർ ഗംഗയും അളകനന്ദയും തമ്മിൽ ചേരുന്ന സ്ഥലമാണ് കർണപ്രയാഗ്, കർണപ്രയാഗ്. അതുപോലെ അളകനന്ദയും മന്ദാകിനിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് രുദ്രപ്രയാഗ്. അളകനന്ദയും ഭഗീരഥിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഇത് ഓരോന്നും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിഷ്ണു പ്രയാഗിലെ ധൗളി ഗംഗ, നന്ദപ്രയാഗിലെ നന്ദാകിനി, പിണ്ടാർ ഗംഗ കർണപ്രയാഗില്, അതുപോലെ തന്നെ രുദ്രപ്രയാഗിലെ മന്ദാകിനിയാണ് ജോയിൻ ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ബദ്രിനാഥ് സിറ്റുവേറ്റ് ആണെങ്കിൽ ബദ്രിനാഥ് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അളകനന്ദയുടെ തീരത്താണ് ബദ്രിനാഥ്. കേദാർനാഥ് മന്ദാകിനിയുടെ തീരത്ത്. സോ മന്ദാകിനിയുടെ തീരത്തുള്ളത് കേദാർനാഥും അതുപോലെ അളകനന്ദയുടെ തീരത്തുള്ളത് ബദ്രിനാഥുമാണ്. ഇതിനകത്തൊരു കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഗംഗയും യമുനയും തമ്മിൽ, ഗംഗയുടെ ഒരു പോഷക നദിയാണ് യമുന, യമുനയും തമ്മിൽ പോഷക നദിയിലെ ട്രിബ്യൂട്ടറി ആണ്, അത് ജോയിൻ ചെയ്യുന്നത് പ്രയാഗിലാണ്. അലഹബാദിലെ പ്രയാഗിൽ വെച്ചിട്ടാണ് കൂടിച്ചേരുന്നത്. ഈ അലഹബാദിന്റെ ഇപ്പോഴത്തെ പേര് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രയാഗ് രാജ് എന്നാണ്. ഇതിന്റെ ഇടയ്ക്ക് പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു അലഹബാദിന്റെ ഇപ്പോഴത്തെ പേര് പ്രയാഗ് രാജ് എന്നാണ്. ബംഗ്ലാദേശില് ഗംഗയ്ക്ക് രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പത്മ നദി എന്നും കീർത്തിനാശിനി എന്നും ചോദിച്ചിട്ടുണ്ട്. കീർത്തിനാശിനി എന്നറിയപ്പെടുന്നത്, ബംഗ്ലാദേശിൽ കീർത്തിനാശിനി എന്നറിയപ്പെടുന്ന നദി ഗംഗയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും ഗംഗയാണ്. കീർത്തിനാശിനി എന്ന ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന നദിയും ഗംഗയാണ്. മൂന്നാല് ഗംഗയുടെ പോഷക നദികളുടെ പേരൊന്ന് ഓർത്ത് വെക്കുക. പ്രധാനമായിട്ട് നമുക്കറിയാം യമുന. ഈ യമുനയുടെ തീരത്താണ് നമ്മുടെ താജ്മഹൽ ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അളകനന്ദ നമ്മൾ പഠിച്ചു, ബദ്രിനാഥ് അളകനന്ദയുടെ തീരത്താണ്. കോസി, കോസി ഗംഗയുടെ ഒരു പോഷക നദിയാണ്. കോസിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും കോസിയാണ്. ബീഹാറിന്റെ ദുഃഖം,
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബംഗാളിന്റെ ദുഃഖം ദാമോദറാണ്, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസിയാണ്. അതുപോലെ സോൺ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സോൺ നദി ചോദിച്ചിട്ടുണ്ട്. ഗംഗയുടെ എല്ലാ പോഷക നദികളും ഉത്ഭവിക്കുന്നത് ഈ പറയുന്ന ഹിമാലയത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ്. പക്ഷേ ഉപദ്വീപീയ പീഠഭൂമി, അതായത് നമ്മുടെ പ്ലേറ്റോ റീജിയനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ ഒരേ ഒരു പോഷക നദിയാണ് സോൺ നദി. ഗംഗയുടെ പോഷക നദിയായ സോൺ നദിയുടെ പ്രത്യേകത, അത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ ഒരേ ഒരു പോഷക നദിയാണ് സോൺ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ ഒരേ ഒരു പോഷക നദിയാണ് സോൺ. ദാമോദർ, ഗണ്ഡകി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. സോ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയുടെ പേരും കൂടെ ഒന്ന് ഓർത്തിരിക്കുക, അത് ടോൺസ് ആണ്. TONS, ടോൺസ്. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ടോൺസ് ആണ്. TONS, ടോൺസ്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി. പുരാണ സമയങ്ങളിൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഗ്രീക്കില് ഹൈഡാസ്പസ് എന്നറിയപ്പെട്ടിരുന്നത് ഛലമാണ്. അതുപോലെ തന്നെ ഹൈഫാസസ് എന്നറിയപ്പെട്ടിരുന്നത് ബിയാസ് ആണ്. അതുപോലെ പുരാണങ്ങളില് കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി യമുനയാണ്. കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി യമുനയാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ തീരത്താണ്. രാമായണത്തില് സരയു എന്ന് പരാമർശിക്കുന്ന നദി, രാമായണത്തിൽ സരയു എന്ന് പരാമർശിക്കുന്ന നദി ഘാഗ്രയാണ്. സരയു നദിയെ കുറിച്ച് നമ്മൾ രാമായണമൊക്കെ വായിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മണൻ ആത്മഹത്യ ചെയ്ത, അല്ലെങ്കിൽ അതിനുശേഷം രാമൻ ജീവത്യാഗം ചെയ്തു എന്നൊക്കെ പറയുന്ന നദിയാണ് ഈ സരയു നദി. അതിൽ ഘാഗ്ര നദിയുടെ രാമായണത്തിലെ പേരാണ് സരയു നദി. അത് പറഞ്ഞപ്പോഴാണ് ഈ അടുത്തിടയ്ക്ക് അയോധ്യ എയർപോർട്ടിന്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മര്യാദ പുരുഷോത്തമൻ ശ്രീരാമൻ എയർപോർട്ട് ആണ്. ശ്രീ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമൻ എയർപോർട്ട് എന്ന് അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ അയോധ്യ എയർപോർട്ട് ആണ് കേട്ടോ. ഇൻ കേസ് ചോദിക്കാൻ സാധ്യതയില്ല, കേരളം ആയതുകൊണ്ട്. ഇൻ കേസ് ചോദിച്ചാൽ ഋഗ്വേദത്തിൽ കൗശിക എന്ന് പരാമർശിക്കുന്ന നദി, ഋഗ്വേദത്തിൽ കൗശിക എന്ന് പരാമർശിക്കുന്ന നദി കോസിയാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി നദി. അടുത്തത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് PSC. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനവും ജിം കോർബറ്റ് ആണ്. ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉള്ളത്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. നേരത്തെ നമ്മൾ പഠിച്ചു ഛോട്ടാ നാഗ്പൂരിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് ദാമോദർ. അടുത്തത് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു 1-2 എക്സാംസിൽ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദി. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദിയാണ് ദാമോദർ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദി ദാമോദർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ്. രാമായണത്തിൽ ടോൺസിനെ തമസ്യ എന്നറിയപ്പെടുന്നു. രാമായണത്തിൽ സരയു എന്നറിയപ്പെടുന്നത് ഘാഗ്രയാണെങ്കിൽ തമസ്യ എന്നറിയപ്പെട്ടിരുന്നത് ടോൺസ് ആണ്. സോ ഘാഗ്ര സരയു ആണെങ്കിൽ തമസ്യ ടോൺസ് ആണ്. ഇതും ഓർക്കുക. ഇതും ചോദിച്ചിട്ടുണ്ട്. വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം. ഗണ്ഡകി നദീതീരത്തിലാണ് വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. സോ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ രാംഗംഗ. വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗണ്ഡകി. അതുപോലെ തന്നെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണെങ്കിൽ ദാമോദർ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദിയാണെങ്കിൽ അത് ദാമോദർ ആണ്. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദീതീരം അല്ലെങ്കിൽ കൊൽക്കത്ത പോർട്ട്, കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത് ഹൂഗ്ലിയാണ്. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദീതീരം ഹൂഗ്ലിയാണ്. അപ്പൊ പ്രധാനപ്പെട്ട ചില പട്ടണങ്ങൾ ഏതൊക്കെ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കാം. ഇപ്പൊ മുസി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ഹൈദരാബാദ്. മുസി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ഹൈദരാബാദ്. അതുപോലെ തന്നെ ഹംപി, കർണാടകയിലെ ഹംപി സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര നദിയുടെ തീരത്താണ്. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ
രാജമുന്ദ്രി, ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്ഥലമാണ് രാജമുന്ദ്രി. ഗോദാവരിയുടെ തീരത്താണ് രാജമുന്ദ്രി സ്ഥിതി ചെയ്യുന്നത്. ലക്നൗ ആണെങ്കിൽ അത് ഗോമതിയുടെ തീരത്താണ്. ചോദിച്ചിട്ടുണ്ട്. ലക്നൗ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗോമതിയാണ്. അതുപോലെ തന്നെ തഞ്ചാവൂർ ചോദിച്ചിട്ടുണ്ട്. തഞ്ചാവൂർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം കാവേരിയാണ്. തഞ്ചാവൂർ കാവേരിയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ഒരു തവണ ചോദിച്ചാണ് മംഗലാപുരം. മംഗലാപുരം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് നേത്രാവതി. നേത്രാവതി. മംഗലാപുരം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് നേത്രാവതി. സോ ഹൈദരാബാദ് ആണെങ്കിൽ മുസി നദീതീരത്താണ്. കൊൽക്കത്ത ആണെങ്കിൽ അത് ഹൂഗ്ലി നദീതീരത്താണ്. രാജമുന്ദ്രി ആണെങ്കിൽ അത് ഗോദാവരിയുടെ തീരത്ത്. ലക്നൗ ആണെങ്കിൽ ഗോമതിയുടെ തീരത്ത്. തഞ്ചാവൂർ കാവേരിയുടെ തീരത്തും. അതുപോലെ തന്നെ മംഗലാപുരം ആണെങ്കിൽ നേത്രാവതിയുടെ തീരത്താണ് എന്ന് ഓർക്കുക. നേപ്പാൾ നാരായണി എന്നറിയപ്പെടുന്ന നദിയും ഗണ്ഡകിയാണ്. ഗണ്ഡകിക്ക് ഒരു ചോദ്യം കൂടി നമ്മൾ പഠിച്ചു. വാൽമീകി ദേശീയോദ്യാനത്തിന് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗണ്ഡകിയാണ്. ഗംഗ ആക്ഷൻ പ്ലാൻ നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് PSC. ഗംഗ ആക്ഷൻ പ്ലാൻ നിലവിൽ വന്ന വർഷം 1986 അതിന് ഒരു വർഷം മുമ്പ് 1985 ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് അല്ലെങ്കിൽ മിനിസ്ട്രി വനം വകുപ്പ്, ഇന്ത്യയുടെ വനം വകുപ്പ് മിനിസ്ട്രി നിലവിൽ വന്നത്, മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് നിലവിൽ വന്നത് 1985 ഗംഗ ആക്ഷൻ പ്ലാൻ നിലവിൽ വന്നതും 1986 അതേ വർഷം തന്നെയാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നതും 1986 സോ 3 കാര്യം ഓർത്തിരിക്കുക. ഗംഗ ആക്ഷൻ പ്ലാൻ നിലവിൽ വന്ന 86 അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. എന്നാൽ ഇന്ത്യയുടെ വനം വകുപ്പ് മന്ത്രാലയം ഫോറസ്റ്റ് മിനിസ്ട്രി നിലവിൽ വന്നത് ഒരു വർഷം മുമ്പാണ്, 1985. അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം. അമർനാഥ് അമരാവതിയുടെ തീരത്താണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കേദാർനാഥ് മന്ദാകിനിയുടെ തീരത്താണ്. ബദ്രിനാഥ് അളകനന്ദ. സോ ബദ്രിനാഥ് അളകനന്ദ, കേദാർനാഥ് മന്ദാകിനി, അമർനാഥ് അമരാവതി. മൂന്നാമത്തെ ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ഉത്ഭവം ചെമായുങ്തുങ് ഗ്ലേഷ്യർ. ചെമായുങ്തുങ് ഗ്ലേഷ്യർ ടിബറ്റിൽ തന്നെയുള്ള ഒരു ഹിമാനിയാണ് ചെമായുങ്തുങ് ഗ്ലേഷ്യർ. ചെമായുങ്തുങ് ഗ്ലേഷ്യർ. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അതുപോലെ ഹിമാലയൻ നദികളില് പുല്ലിംഗ നാമധേയം, ഒരു പുരുഷന്റെ പേരുള്ള നദിയാണ്, ഒരേ ഒരു നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നതും ബ്രഹ്മപുത്രയാണ്. ഇതിന്റെ കാരണം ആസാമിലൂടെയാണ് ബ്രഹ്മപുത്ര മെയിൻ ആയിട്ട് ഒഴുകുന്നത്. ആസാമിലെ സോയിൽ മെയിൻ ആയിട്ട് റെഡ് സോയിലാണ്, ചുവന്ന മണ്ണാണ്. സോ ഇത് ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് ഈ മണ്ണും വെള്ളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു റെഡ് കളറിലായിരിക്കും ഈ നദി ഒഴുകുക. സോ ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നതും ബ്രഹ്മപുത്രയാണ്. ഉത്ഭവിക്കുന്നത് ചെമായുങ്തുങ് ഗ്ലേഷ്യർ. സിന്ധു ആണെങ്കിൽ ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്നും, ഗംഗയാണെങ്കിൽ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നും, ബ്രഹ്മപുത്ര ആണെങ്കിൽ ചെമായുങ്തുങ് ഗ്ലേഷ്യറിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് നമ്മൾ ഇന്നലെ പഠിച്ചു, മജൂലി. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജൗലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഇതിനകത്തൊരു ചോദ്യം 2-3 തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ലോഹിത് നദി അല്ലെങ്കിൽ ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് നദിയുടെ കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലമാണ് ധോള സാദിയ പാലം. അതിന്റെ മറ്റൊരു പേരാണ് ഭൂപൻ ഹസാരികെ പാലം. ഭൂപൻ ഹസാരികെ പാലം. സോ ഇന്ത്യയിലെ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ച അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്, ഭൂപൻ ഹസാരിക പാലമാണ്. അതിന്റെ മറ്റൊരു പേരാണ് ധോള സാദിയ പാലം. 9.15 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ഇത് ബ്രഹ്മപുത്രയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ പോഷക നദിയായ ലോഹിത് നദിയുടെ കുറുകെയാണ് ധോള സാദിയ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഭൂപൻ ഹസാരികെ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ്, ഏറ്റവും നീളം കൂടിയ പാലം മഹാത്മാഗാന്ധി സേതു പാലമായിരുന്നു ബീഹാറില്. പക്ഷെ ഇപ്പൊ അതിന് 2ാം സ്ഥാനമാണ്. ഇപ്പം ആദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ആദ്യത്തെ സ്ഥാനം കിട്ടിയിരിക്കുന്നത് ധോള സാദിയ അല്ലെങ്കിൽ ഭൂപൻ ഹസാരികെ ബ്രിഡ്ജിനാണ്. 2ാമത്തെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഇപ്പോ
മഹാത്മാഗാന്ധി സേതു പാലം ബീഹാറിലാണ്. ഗംഗാ നദിക്ക് കുറുകെയാണ് മഹാത്മാഗാന്ധി സേതു പാലം വരുന്നത്. നംച ബർവ പർവ്വതത്തെ ഒരു യു ഷേപ്പ് ആകൃതിയിൽ ചുറ്റിത്തിരിഞ്ഞാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന മലനിരകൾ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നംച ബർവയാണ്. നംച ബർവ പർവ്വത നിരകളെ യു ഷേപ്പില് ചുറ്റിത്തിരിഞ്ഞാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വരെ ടിബറ്റിൽ അത് അറിയപ്പെടുന്ന പേര് സാങ്പോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ എന്നാണ്. സാങ്പോ. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പേര് ദിഹാങ് എന്നാണ്. ദിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്ന് നമുക്ക് പറയാം. ഇന്ത്യയിൽ, അതായത് ബ്രഹ്മപുത്ര ഒറിജിൻ ചെയ്ത് ചെമായുങ്തുങ് ഗ്ലേഷ്യറിൽ നിന്ന് ഒറിജിൻ ചെയ്ത് ടിബറ്റിലൂടെ ഒഴുകി വരുമ്പോൾ അത് അറിയപ്പെടുന്ന പേര് സാങ്പോ എന്നും, ഇന്ത്യയിലേക്ക് നംച ബർവ പർവ്വത നിരകൾ വഴി ഇന്ത്യയിലേക്ക് കയറുമ്പോൾ അത് ഇന്ത്യ, അതായത് അരുണാചൽ പ്രദേശിൽ ഇത് അറിയപ്പെടുന്ന പേര് ദിഹാങ് എന്നും, അവിടെ നിന്ന് പിന്നീട് ഇതിന്റെ പോഷക നദിയായ ലോഹിത്തുമായി ചേർന്നതിന് ശേഷമാണ് ബ്രഹ്മപുത്ര എന്ന പേരിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. സോ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഇതിന്റെ തന്നെ പോഷക നദിയായ തീസ്ത നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി തീസ്ത നദിയാണ്. സിക്കിമിലാണ് തീസ്ത നദി ഉള്ളത്. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും തീസ്ത നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്വിഫ്റ്റസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയാണ് തീസ്ത നദി. സിക്കിമിലാണ് തീസ്ത നദി. തീസ്ത നദി ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ നമ്മൾ ഇന്നലെ പഠിച്ചു. ഏറ്റവും വലിയ ഡെൽറ്റ അല്ലെങ്കിൽ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഒക്കെ സുന്ദർബൻസ് ആണ്. ഈ സുന്ദർബൻസ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയും അതുപോലെ തന്നെ ഗംഗയും വന്ന് പതിച്ച് അതിന്റെ എക്കൽ മണ്ണ് ചേർന്നിട്ടാണ് ഈ പറയുന്ന ഡെൽറ്റ ഫോം ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയ്ക്ക് ഒരു പേരുണ്ട്, ജമുന. നമ്മൾ പറഞ്ഞു ബ്രഹ്മപുത്രയ്ക്ക് ബംഗ്ലാദേശിൽ ജമുന എന്നാണെങ്കിൽ ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് പത്മ എന്നും കീർത്തിനാശിനി എന്നും. സോ ജമുന എന്ന് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ്. എന്നാൽ പത്മ അല്ലെങ്കിൽ കീർത്തിനാശിനി എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിലെ നദിയാണ് ഗംഗാ നദി. ഹിമാലയൻ നദികൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഉപദ്വീപീയ നദികളിലേക്ക് പോവാം. ഉപദ്വീപീയ നദികളിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പോയിന്റ്സ് നിങ്ങൾ LD പ്രിലിംസിന് വേണ്ടി ഉറപ്പായിട്ട് നോക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ല നിങ്ങളോട്, നമ്മുടെ കുറച്ച് അമെൻമെന്റ് ബിൽസ് വന്നിട്ടുണ്ട്. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല്, അത് വന്ന തീയതികൾ, പ്രസിഡന്റ് സയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം, കേരള ബാങ്കിന്റെ ഇപ്പോഴത്തെ ഹെഡ് ആരാണ്, കേരള ബാങ്കിന്റെ ആസ്ഥാനം. കേരള ബാങ്കിൽ ലയിക്കാത്ത ഒരേ ഒരു സഹകരണ ബാങ്കേ ഉള്ളൂ, അത് മലപ്പുറം സഹകരണ ബാങ്ക് ആണെന്ന് ഓർക്കുക. അതുപോലെ നമ്മുടെ കേരളത്തിൽ പുതിയതായിട്ട് വന്ന കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? മലപ്പുറത്താണ് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, കേരള സാഹിത്യ അക്കാദമിയുടെ ഹെഡ് ആരാണ്, സംഗീത നാടക അക്കാദമി, ഫോക്ലോർ അക്കാദമി, ലളിതകലാ അക്കാദമി, ചലച്ചിത്ര അക്കാദമി, ഇത്രയും കാരണങ്ങളുടെ ഹെഡ് ആരൊക്കെയാണ് ഇതിന്റെ തലവന്മാർ എന്നുള്ളതൊന്ന് പഠിക്കുക. നമുക്ക് ഉപദ്വീപീയ നദികളിലേക്ക് വരാം. ഉപദ്വീപീയ നദികൾ ജലം ലഭിക്കുന്നത് പ്രധാനമായിട്ടും മൺസൂൺ മഴകളിൽ നിന്നാണ്. മൺസൂൺ മഴകളിൽ നിന്ന് ജലം ലഭിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. എന്നാൽ ഹിമാലയൻ നദികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ജലം ലഭിക്കുന്നത് ഹിമാനികളിൽ നിന്നാണ്, ഗ്ലേഷ്യേഴ്സിൽ നിന്നാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ജലം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ ജലം അല്ലെങ്കിൽ വർഷം മുഴുവൻ വെള്ളമുള്ള നദികളായിരിക്കും ഹിമാലയൻ നദികൾ. ഈ ഗ്ലേഷ്യർ ഉരുകുന്ന സമയത്ത് അതിൽ നിന്നുള്ള വെള്ളം, അല്ലാത്ത സമയത്ത് അതിൽ നിന്ന് വരുന്ന വാട്ടർ ഫ്ലോസ്, ഇതെല്ലാം ചേർന്ന് വർഷം മുഴുവൻ വെള്ളമുള്ള നദികളായിരിക്കും ഹിമാലയൻ നദികൾ. എന്നാൽ മൺസൂൺ മഴയുള്ള സമയത്ത് മാത്രം വെള്ളം കിട്ടുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് മഹാനദി, താപ്തി, നർമ്മദ, ഗോദാവരി, കൃഷ്ണ, കാവേരി. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളുടെ പേരൊന്ന് ഓർത്തിരിക്കുക: മഹാനദി, താപ്തി, നർമ്മദ, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇതിൽ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് ഉപദ്വീപീയ നദികളെ വിഭജിക്കാം. ഒന്ന് പടിഞ്ഞാറോട്ടൊഴുകി അറേബ്യൻ കടലിൽ ചെന്ന് പതിക്കുന്ന നദികളും, കിഴക്കോട്ടൊഴുകി നമ്മുടെ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ. ഇത് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇതിൽ
ഇതില് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, ഓർത്തിരിക്കുക. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മെയിൻ ആയിട്ടുള്ള 2 ഉപദ്വീപീയ നദികളുടെ പേര് ഓർത്തിരിക്കുക, നർമ്മദ, താപ്തി. ഇത് കൂടാതെ ഉള്ളതാണ് സബർമതി, ലൂണി, മാഹി എന്നീ നദികളൊക്കെ. ഓക്കെ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മാഹി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഉള്ള മാഹി നദി അല്ല, ഇത് മഹാരാഷ്ട്ര ഗുജറാത്ത് ഭാഗത്ത് വരുന്ന നദിയാണ് മാഹി എന്ന് പറയുന്നത്. ഓക്കെ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി, സബർമതി, ലൂണി, മാഹി. ഇതിലെ നർമ്മദയും താപ്തിയും ഉറപ്പായിട്ടും ഓർത്തിരിക്കുക. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 2 പ്രധാനപ്പെട്ട നദികളാണ് നർമ്മദയും താപ്തിയും. അറബിക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. ദെൻ ഇപ്പുറത്തെ സൈഡിൽ കിഴക്കോട്ടൊഴുകി ബേ ഓഫ് ബംഗാളിൽ വന്ന് പതിക്കുന്ന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ടുള്ളതിന്റെ പതനസ്ഥാനം അറേബ്യൻ സീയും കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ പതനസ്ഥാനം ബേ ഓഫ് ബംഗാളുമാണ്. ഇതിൽ ആദ്യത്തെ നദിയാണ് നർമ്മദ. നർമ്മദയെ കുറിച്ച് നമ്മൾ വിന്ധ്യ സത്പുര പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, വിന്ധ്യക്കും സത്പുരയ്ക്കും ഇടയിലായിട്ട് ഒഴുകുന്ന നദിയാണ്. ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഇന്ത്യയിൽ സ്ഥിരം ചോദിക്കാറുള്ളതാണ് മിക്കവാറും ഉള്ള എക്സാംസിന്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി, അറേബ്യൻ സീയിലേക്ക് ഒഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. എന്നാൽ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗോദാവരിയാണ്. ഇവിടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുതാണ് നർമ്മദ. നർമ്മദയുടെ ഉത്ഭവസ്ഥാനം അമർഖണ്ഡക് പ്ലേറ്റോ ചോദിച്ചിട്ടുണ്ട്. അമർഖണ്ഡക് പ്ലേറ്റോയിൽ, അമർഖണ്ഡക് പീഠഭൂമിയിലെ മൈക്കല മലനിരകൾ, മൈക്കല ഹിൽസിൽ നിന്നുമാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. നർമ്മദയുടെ ഉത്ഭവസ്ഥാനം നമ്മൾ ഹിമാലയൻ നദികളുടെ 3ന്റെയും ഉത്ഭവസ്ഥാനം നമ്മൾ ഗ്ലേഷ്യർ ആണെന്ന് പഠിച്ചു. ബൊക്കാർച്ചു സിന്ധു ആണ്, ഗംഗോത്രി ഗംഗയാണ്, അതുപോലെ തന്നെ ചെമായുന്തോങ് ബ്രഹ്മപുത്രയാണ്. ഇനി ഉപദ്വീപീയ നദികളിൽ നർമ്മദ പ്രധാനപ്പെട്ട ഒന്നാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ്. വിന്ധ്യക്കും സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ്. അതുപോലെ ഉപദ്വീപീയ നദികളില് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയും നർമ്മദയാണ്. ഇതിന്റെ ഉത്ഭവസ്ഥാനം അമർഖണ്ഡക് പീഠഭൂമിയാണ്. അമർഖണ്ഡക്കിലെ മൈക്കല ഹിൽസ്, അമർഖണ്ഡക് ഓർത്തിരിക്കുക. അമർഖണ്ഡക് പീഠഭൂമിയിൽ നിന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. ഇന്ത്യയെ തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്നിങ്ങനെ 2 വിഭജിക്കുന്ന നദി നർമ്മദയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള നദിയും നർമ്മദയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള നദി നർമ്മദയാണ്. ഇതിൽ ഏറ്റവും വലിയ ഡാമായ സർദാർ സരോവർ ഡാം ഉള്ള നദി നർമ്മദയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് സർദാർ സരോവർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം സർദാർ സരോവറും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തെഹരി ഡാമുമാണ്. തെഹരി ഡാം. ഓക്കെ, സർദാർ സരോവർ ഡാം എവിടെയാണ്? നർമ്മദയിലാണ് സർദാർ സരോവർ ഡാം. നർമ്മദയുടെ പതനസ്ഥാനം അറേബ്യൻ സീയിലാണ്. അറേബ്യൻ സീയിൽ അടുത്ത് വരുന്ന ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് നർമ്മദയുടെ പതനം, അല്ലെങ്കിൽ മൗത്ത് ഓഫ് നർമ്മദ, നർമ്മദയുടെ നദീമുഖം എന്നറിയപ്പെടുന്നത് ഗൾഫ് ഓഫ് കമ്പത്താണ്, അറേബ്യൻ സീയിലാണ്. നർമ്മദയെ രക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ നർമ്മദയുടെ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ സർദാർ സരോവർ പദ്ധതിക്കെതിരെ അവിടെയുള്ള ആൾക്കാർ ഒരു പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രക്ഷോഭത്തിന്റെ പേരാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ നർമ്മദ ബച്ചാവോ ആന്തോളന് നേതൃത്വം കൊടുത്തത് മേധാ പട്കർ ആണ്. നർമ്മദ ബച്ചാവോ ആന്തോളന് നേതൃത്വം കൊടുത്തത് മേധാ പട്കർ ആണ്. അതുപോലെ ചിപ്കോ മൂവ്മെന്റ് എന്ന് ഓർത്തിരിക്കുക. ചിപ്കോ മൂവ്മെന്റ് സുന്ദർലാൽ ബഹുഗുണയാണ് നേതൃത്വം കൊടുത്തത്. ഈ ചിപ്കോ മൂവ്മെന്റ് ഒരു തവണ ചോദിച്ച ചോദ്യമാണ്. ചിപ്കോ മൂവ്മെന്റിന്റെ മാതൃകയില് കർണാടകയിൽ രൂപം കൊണ്ട മൂവ്മെന്റിന്റെ പേരാണ് അപ്പിക്കോ മൂവ്മെന്റ്. അപ്പിക്കോ മൂവ്മെന്റ്. ഒന്ന് ഓർത്തിരിക്കുക. നർമ്മദ ബച്ചാവോ ആന്തോളനാണെങ്കിൽ അത് സർദാർ സരോവർ പദ്ധതിക്ക് എതിരെയായിരുന്നു. അതിന്റെ നേതൃത്വം മേധാ പട്കറിനായിരുന്നു. മറ്റൊന്ന് ഇതുപോലെ തന്നെ മരം മുറിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു. ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് സുന്ദർലാൽ ബഹുഗുണയായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. ഈ ചിപ്കോ മൂവ്മെന്റിന്റെ മാതൃകയിൽ കർണാടകയിൽ രൂപം കൊണ്ട ഒരു മൂവ്മെന്റ് ആണ് അപ്പിക്കോ മൂവ്മെന്റ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. നർമ്മദയിലെ സാധു ബേട്ട് ഐലൻഡിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉള്ളത്. നർമ്മദയിലെ സാധു ബേട്ട് ഐലൻഡ്.
രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് താപ്തി. ഉപദ്വീപിയൻ നദികളിൽ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി. ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി. സോ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദയാണെങ്കിൽ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. ഓക്കെ, സോ രണ്ട് നദികളാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്നത്, നർമ്മദയും താപ്തിയും. രണ്ടും പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന നദികളാണ്. കക്രാപാറ ചോദിച്ചിട്ടുണ്ട്. കക്രാപാറ, അതുപോലെ തന്നെ ഉട്കായി ജലവൈദ്യുത പദ്ധതികൾ. രണ്ട് ജലവൈദ്യുത പദ്ധതികളാണ്, കക്രാപാറ ജലവൈദ്യുത പദ്ധതിയും അതുപോലെ തന്നെ ഉട്കായി ജലവൈദ്യുത പദ്ധതിയും. സോ കക്രാപാറ പദ്ധതിയും ഉട്കായി പദ്ധതിയും ഉള്ളത് താപ്തി നദിയിലാണ്. സോ കക്രാപാറയും ഉട്കായി, കക്രാപാറ ഉട്കായി ഈ രണ്ട് പദ്ധതികളും ഉള്ളത് താപ്തിയിലാണ്. താപ്തിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന നഗരമാണ് സൂററ്റ്. നമ്മൾ നേരത്തെ കുറച്ച് നഗരങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന നദീതീരങ്ങളും പറഞ്ഞിരുന്നു അല്ലെ. സൂററ്റ് ഓർത്തിരിക്കുക. സൂററ്റ് സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ തീരത്താണ്. താപ്തി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് സൂററ്റ്. ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഡയമണ്ട് നഗരം എന്നറിയപ്പെടുന്നത്, വജ്ര നഗരം എന്നറിയപ്പെടുന്നതും സൂററ്റ് ആണ്. ദെൻ താപ്തിയുടെ പതന സ്ഥലം അറേബ്യൻ സീ ആണ്. സോ താപ്തിയിൽ 3 കാര്യങ്ങൾ ഓർത്തുവെക്കുക. താപ്തി നദീതീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണമാണ് സൂററ്റ്. കക്രാപാറയും ഉട്കായും പദ്ധതികളുള്ളത് താപ്തിയിലാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് താപ്തി. അടുത്തത് മഹാനദി. മഹാനദിയുടെ ഉത്ഭവം റായ്പൂരിലാണ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ്. നമ്മൾ നേരത്തെ 2 ദുഃഖങ്ങളുടെ കാര്യം പറഞ്ഞു അല്ലെ. ബംഗാളിന്റെ ദുഃഖമാണെങ്കിൽ അത് ദാമോദർ. ദാമോദറിനെ തന്നെയാണ് ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയും ദാമോദറാണ്. അതുപോലെ മറ്റൊരു ദുഃഖം പറഞ്ഞു, കോസി നദി. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതാണ് കോസി നദി. ഇവിടെ ഇപ്പോ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. ഒഡീഷയുടെ ദുഃഖമാണെങ്കിൽ അത് മഹാനദിയാണ്. ഇതിന്റെ തീരത്തൊരു പ്രധാന പട്ടണം സ്ഥിതി ചെയ്യുന്നുണ്ട്, അതാണ് കട്ടക്. ഒഡീഷയിലെ കട്ടക് എന്ന് പറയുന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. കട്ടക് പട്ടണം മഹാനദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ നേരത്തെ എഴുതാൻ വിട്ടുപോയി, പാരാദ്വീപ് തുറമുഖമാണ്. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നതും മഹാനദിയുടെ നദീമുഖത്ത്, മൗത്ത് ഓഫ് മഹാനദി. മഹാനദി കടലുമായിട്ട് ചേരുന്ന ഭാഗത്താണ് പാരാദ്വീപ് തുറമുഖം ഒഡീഷയിലാണ്. സോ പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ നദീമുഖത്താണ്. ഇതിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാദ്. ഇത് പഠിക്കാൻ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റൈസ് ചെയ്ത അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാദ് എന്ന് പറയുന്നത്. മഹാനദിയുടെ കൈവഴിയായ ഷിയോനാദാണ് ആദ്യമായിട്ട് പ്രൈവറ്റൈസ് ചെയ്ത് കൊടുത്തത്. പക്ഷെ ഇപ്പൊ അത് തിരിച്ചെടുത്തു. അതായത് അതൊരു കമ്പനിക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ടിയിട്ടും മാത്രമേ ഷിയോനാദിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടുള്ളൂ. പുറത്തുനിന്നുള്ള ആർക്കും ആ വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സ്വകാര്യമായിട്ട് അതിനെ വിറ്റുപോയിട്ടുണ്ടായിരുന്നു ഈ നദി. പക്ഷെ അതിന് പിന്നീട് പ്രക്ഷോഭവും കുറെ പ്രതിഷേധങ്ങളൊക്കെ കാരണം തിരിച്ചെടുത്തു. സോ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് മഹാനദിയുടെ ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ മഹാനദിയുടെ കൈവഴിയായ ഷിയോനാദ്. ദെൻ ഈ അടുത്തിടയ്ക്ക് ഒരു 500 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം കണ്ടെത്തിയത് ഈ മഹാനദിയുടെ തീരത്ത് നിന്നാണ്. ചിലപ്പോൾ ചോദിക്കാം, അടുത്തിടെ 500 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ നദീതീരം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മഹാനദിയുടെ തീരത്ത് നിന്നാണ്. 500 വർഷം മുമ്പുള്ള അന്നത്തെ സിവിലൈസേഷനിലുള്ള ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒലീവ് റിഡ്ലി ആമകൾ അല്ലെങ്കിൽ ഒലീവ് റിഡ്ലി ടർട്ടിലുകളെ സംരക്ഷിക്കാനായിട്ട് മഹാനദിയുടെ ഒരു പ്രധാനപ്പെട്ട കൈവഴിയുണ്ട്, ദേവി റിവർ. നമ്മൾ അശോകന്റെ കലിംഗ യുദ്ധമൊക്കെ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഈ ദേവി നദിയെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒലീവ് റിഡ്ലി ടർട്ടിലുകളെ സംരക്ഷിക്കാനായിട്ട് മഹാനദിയോട് പ്രധാനപ്പെട്ട ഒരു കൈവഴിയാണ് ദേവി റിവർ. ഓക്കെ, ദേവി റിവർ മഹാനദിയുടെ പോഷക നദിയാണ്. ഒലീവ് റിഡ്ലി ടർട്ടിലുകളെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു കേന്ദ്രമാണ് ദേവി റിവർ. അതുപോലെ തന്നെ മഹാനദിയുടെ തീരത്ത് നിന്നാണ് 500 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയും മഹാനദിയുടെ കൈവഴിയായ
ഷിയോനാഥാണ്. കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. പാരാദ്വീപ് തുറമുഖം, ഒഡീഷയിലെ പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. മഹാനദിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമായ ഹിരാക്കുഡ് ഡാം ഉള്ളത് മഹാനദിയിലാണ്. ഹിരാക്കുഡ് ഡാം മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുഡ് ഡാം മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഹിരാക്കുഡ് ഡാമിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത്, ഒരു തവണ PSC ചോദിച്ച ചോദ്യമാണ്, ഹിരാക്കുഡ് ഡാം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു ഒരു വാക്യം പറയുകയുണ്ടായി. ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു, അതായത് ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ ഡാമുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ ഡാമുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ ഔട്ട് പേഷ്യന്റ്, ഇത് ജസ്റ്റ് പറയാണ്, ആദ്യത്തെ OP പേഷ്യന്റ് ആയിട്ട് വന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കാര്യം അത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പുള്ളി കത്രിക എന്തോ വെച്ചിട്ട് പുള്ളിയുടെ കൈ മുറിയുകയുണ്ടായി. കൈ മുറിഞ്ഞിട്ട് അതിന് ചികിത്സിക്കാനായിട്ട് പുള്ളിയാണ് അവിടെ ആദ്യത്തെ OP ടിക്കറ്റ് എടുത്തത്. ജസ്റ്റ് ചുമ്മാ ഒരു ഇതിന് പറഞ്ഞാണ്. നെക്സ്റ്റ് ഗോദാവരി. ഗോദാവരിയുടെ ഉത്ഭവം അല്ലെങ്കിൽ ഗോദാവരി ഒറിജിൻ ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ത്രയംബക് ഹിൽസിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ ത്രയംബക് ഹിൽസിൽ നിന്നുള്ള ഉത്ഭവിക്കുന്ന നദിയാണ് ഗോദാവരി. നമ്മൾ നേരത്തെ പറഞ്ഞു രാജമുന്ദ്രിയും നാസിക്കും രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. രാജമുന്ദ്രി, നാസിക് ഈ രണ്ട് പട്ടണങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ തീരത്താണ്. രാജമുന്ദ്രിയും നാസിക്കും സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ തീരത്താണ്. ഇതിനകത്ത് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർക്കുക. ഇന്ത്യൻ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യൻ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. എന്നാൽ ഇന്ത്യൻ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയത് നർമ്മദയാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഉപദ്വീപീയ നദികൾ മൊത്തം എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. ഇന്ത്യയിൽ ഗംഗ കഴിഞ്ഞാല് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ചോദിക്കുകയാണെങ്കിൽ ഗോദാവരിയാണ്. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൺഫ്യൂസ് ഉണ്ടാക്കുന്നതാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി. കാരണം ഗംഗയുടെ കുറച്ച് ഭാഗം ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നുണ്ട്. സോ പൂർണ്ണമായിട്ടും ഗംഗ ഇന്ത്യയിലൂടെ മാത്രമല്ല ഒഴുകുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഒറിജിൻ ചെയ്ത് ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്ന നദിയാണ് ഗോദാവരി. സോ പൂർണ്ണമായും ഇന്ത്യയിൽ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഇതിന്റെ പോഷക നദികളുടെ പേരൊന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചോദിക്കാം ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയുടെയാണ്. ഇന്ദ്രാവതി, പെൻഗംഗ, മഞ്ചീര, പൂർണ, ശബരി. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇന്ദ്രാവതിയും പെൻഗംഗയും ഒന്ന് ഓർത്തിരിക്കുക. ഇന്ദ്രാവതിയും പെൻഗംഗയും ഏതിന്റെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയുടെ പോഷക നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് PSC. ഗോദാവരി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാട് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശത്തുള്ള കണ്ടൽക്കാടാണ് കൊറിംഗ മാൻഗ്രൂവ്സ് അല്ലെങ്കിൽ കൊറിംഗ കണ്ടൽക്കാടുകൾ. ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടാണ് കൊറിംഗ കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ കൊറിംഗ മാൻഗ്രൂവ്സ്. കൃഷ്ണ. കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം മഹാബലേശ്വരാണ്, മഹാരാഷ്ട്രയിലുള്ള. ഈ ഉപദ്വീപീയ നദികളില് വലിപ്പത്തിൽ 2ാം സ്ഥാനം, ഗോദാവരി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിപ്പത്തിലെ 2ാം സ്ഥാനത്തുള്ളത് കൃഷ്ണയാണ്. അടുത്തത് ചോദിച്ചിട്ടുണ്ട് തെലുങ്കു ഗംഗ എന്നറിയപ്പെടുന്ന ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. തെലുങ്കു ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. പ്രധാനമായിട്ടുള്ള പോഷക നദികളാണ് തുംഗഭദ്രയും ഭീമയും മുസിയും. തുംഗഭദ്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹംപി, വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ അടങ്ങുന്ന ഹംപി പട്ടണം സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്രയുടെ തീരത്താണ്. അതുപോലെ തന്നെ ഹൈദരാബാദ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് മുസി നദിയുടെ തീരത്താണ്. പൗരാണിക കാലത്ത് ഏൻഷ്യന്റ് ടൈമില് പമ്പ എന്നറിയപ്പെട്ടിരുന്ന നദി കൃഷ്ണയാണ്. പൗരാണിക കാലത്ത് പമ്പ എന്നറിയപ്പെട്ടിരുന്ന നദി കൃഷ്ണയാണ്. ഈ തുംഗഭദ്രയുടെ, അതായത് നമ്മുടെ കൃഷ്ണയുടെ കൈവഴി പോഷക നദിയായ തുംഗഭദ്രയുടെ ഒരു പ്രധാന പോഷക നദിയാണ് ശരാവതി.
ഈ ശരാവതി നദിയിലാണ് ജോഗ് വാട്ടർഫോൾസ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫോൾസ് ആയ ജോഗ് വാട്ടർഫോൾസ് ശരാവതി നദിയിലാണ് ഉള്ളത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ. ഹംപി സ്ഥിതി ചെയ്യുന്ന നദീതീരവും തുംഗഭദ്ര തന്നെയാണ്. ഈ തുംഗഭദ്രയുടെ തീരത്താണ് ഹംപി. സോ ഒന്ന് ഓർത്തിരിക്കുക, ഹംപി തുംഗഭദ്ര ചോദിച്ചിട്ടുണ്ട്. ഹംപി സ്ഥിതി ചെയ്യുന്ന നദീതീരം തുംഗഭദ്രയാണ്. അതുപോലെ കൃഷ്ണയിലെ ഒരു പ്രധാനപ്പെട്ട ഡാം ആണ് അൽമാട്ടി ഡാം. കൃഷ്ണയിലെ പ്രധാനപ്പെട്ട ഡാം ആണ് അൽമാട്ടി ഡാം. അൽമാട്ടി ഡാം കൃഷ്ണയിലാണ്. അൽമാട്ടി ഡാം. കാവേരി. കാവേരിയെ ദക്ഷിണ ഗംഗ എന്നാണ് അറിയപ്പെടുന്നത്. തെലുങ്ക് ഗംഗ കൃഷ്ണയാണെങ്കിൽ കാവേരി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു. തലക്കാവേരിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി. ഇതുപോലെ ഒരെണ്ണം നമ്മൾ കേരളത്തിൽ പഠിക്കുന്നുണ്ട്. ശിവഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് പെരിയാറ്. അതുപോലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദിയാണ് കാവേരി. കാവേരിയുടെ പോഷക നദി 3 പ്രധാനമായിട്ട് പഠിക്കുക. കാരണം കേരളത്തിലേക്ക് ഒഴുകുന്ന 3 നദികളാണിത്. കബനി, ഭവാനി, പമ്പാർ. കബനി, ഭവാനി, പമ്പാർ. ഇത് 3 കാവേരിയുടെ പോഷക നദികളാണ്. കാവേരിയിലാണ് ആദ്യത്തെ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിന്റെ പേരാണ് കല്ലനായി ഡാം. കരികാല ചോളൻ എന്ന് പറയുന്ന ഒരു ചോള രാജാവിന്റെ സമയത്താണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. കല്ലനായി ഡാം എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. ഇതിന്റെ പുതിയ പേരാണ് ഗ്രാൻഡ് ഡാം, ഗ്രാൻഡ് അനിക്കട്ട് ഡാം അല്ലെങ്കിൽ ഗ്രാൻഡ് ഡാം എന്നൊക്കെ പറയുന്നത്. കാവേരിയിലാണ്. കാവേരിയിലെ ഏറ്റവും ആദ്യത്തെ ഡാം ആയ കല്ലനായി ഡാമിന്റെ പുതിയ പേരാണ് ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ ഗ്രാൻഡ് അനിക്കട്ട് ഡാം. ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഗ്രാൻഡ് അനിക്കട്ട് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ കല്ലനാഴി ഡാം ഏത് നദിയിലാണ്? ജോഗ് വാട്ടർഫോൾ. ഇതാണ് പ്രധാനപ്പെട്ട നദികൾ. പിന്നെ ഒരു 4 നദികളുടെ ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ കരബന്ധിതമായ നദികൾ ഏതാ? കല്ലടായി ഡാമിന്റെ ആ ന്യൂ നെയിം ഒന്നുകൂടെ പറഞ്ഞേ. ഗ്രാൻഡ് അനിക്കട്ട്, ANICUT. ഗ്രാൻഡ് ഡാം എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. ഈ SSC പോലുള്ള എക്സാമിന് അവർ ഗ്രാൻഡ് അനിക്കട്ട് ഡാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞത്. ഡാം. ഓക്കെ. ഒരു 3-4 നദികളുടെ പേരൊന്ന് പഠിക്കണം. ഇന്ത്യയിലെ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡെസേർട്ട് റിവർ എന്നറിയപ്പെടുന്നത് ലൂണിയാണ്. രാജസ്ഥാനിലാണ് ലൂണി നദി. ഇന്ത്യയിലെ ഒരു സോൾട്ട് റിവറും ലൂണിയാണ്. ഇന്ത്യയിലെ സോൾട്ട് റിവറും ലൂണി തന്നെയാണ്. ഇന്ത്യയിലെ ലാൻഡ് ലോക്ഡ് റിവർ, ഇന്ത്യയിലെ കരബന്ധിതമായ, അതായത് അതിന് ചുറ്റും കരയാണ്, വേറെ വാട്ടർ ബോഡീസോ അല്ലെങ്കിൽ സൈഡിലേക്കുള്ള ലേക്സോ അങ്ങനെ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ലാൻഡ് ലോക്ഡ് ആയിട്ടുള്ള ഒരു കരബന്ധിതമായിട്ടുള്ള നദിയാണ് ലൂണി റിവർ. ദെൻ ജോഗ് വാട്ടർഫോൾസ് ചോദിച്ചിട്ടുണ്ട്. ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ് ജോഗ് വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രേക്ക് വേണോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം മാം. ഇല്ല, ബ്രേക്ക് എടുക്കാറില്ല സാധാരണ. ഇല്ല, 4 മണിക്ക് ഏതായാലും കഴിയൂലേ? ഓക്കെ മാം. ഓക്കെ, ശരി. നദികളും അപരനാമങ്ങളും. ഓക്കെ, പ്രധാനമായിട്ടുള്ള നദികൾ, അതിന്റെ അപരനാമങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. നമ്മൾ കുറെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഞാനതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഇതിനകത്ത് ഒരു ബോക്സ് ആയിട്ട്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ദാമോദറാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതും ദാമോദറാണ്. സോ ദാമോദറിന് 2 കാര്യങ്ങളാണ്, ജൈവ മരുഭൂമിയും ബംഗാളിന്റെ ദുഃഖവും. കോസി ആണെങ്കിൽ അത് ബീഹാറിന്റെ ദുഃഖം. ഒഡീഷ മഹാനദി, ഒഡീഷയുടെ ദുഃഖമാണ് മഹാനദി. അതുപോലെ ഒന്നാണ് ആസാമിന്റെ ദുഃഖം, ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയെ തന്നെ നമ്മൾ പറഞ്ഞു ചുവന്ന നദി, ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. പിന്നെ ഒരു 4 ഗംഗയാണ്, അതായത് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി, പാതാള ഗംഗയും അർദ്ധഗംഗയും ഈ 2 പേരിലും അറിയപ്പെടുന്നത് കൃഷ്ണയാണ്. സോ വൃദ്ധഗംഗ ഗോദാവരി, ദക്ഷിണ ഗംഗ കാവേരി, പാതാള ഗംഗ കൃഷ്ണ, അർദ്ധഗംഗ കൃഷ്ണ. ചിലപ്പോൾ ദക്ഷിണ ഗംഗ എന്ന് തന്നിട്ട് കേരളത്തിലെ ദക്ഷിണ ഗംഗ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പമ്പയാണ്. വെറും ദക്ഷിണ ഗംഗ എന്ന് മാത്രം ചോദിച്ചാൽ അത് കാവേരി ആയിരിക്കും.
കേരളത്തിലെ ദക്ഷിണ ഗംഗ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പമ്പ നദിയാണ്. ദെൻ ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി മാണ്ഡോവി നദിയാണ്. സിക്കിമിന്റെ ജീവരേഖ തീസ്തയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ നദിയാണ് തീസ്ത. സിക്കിമിന്റെ ജീവരേഖയാണ് തീസ്ത. ദെൻ ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഗോദാവരി. മഹാരാഷ്ട്രയുടെ ജീവരേഖയാണ് കൊയന്ന. മഹാരാഷ്ട്ര, അതൊരു റാങ്ക് മേക്കിംഗ് ആണ്. മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് കൊയന നദിയാണ്. ഒരു 3 പ്രാചീന പേരുകൾ ഒന്ന് ഓർത്തു വെക്കുക. പ്രാചീന കാലത്തെ ലൗഹിത്യ അല്ലെങ്കിൽ ലോഹിത്യ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ദെൻ കാളന്തി നമ്മൾ പഠിച്ചിരുന്നു. കാളന്തി എന്ന പൗരാണിക കാലഘട്ടത്തിൽ അറിയപ്പെട്ട നദിയാണ് യമുന. രേവ, അത് ഇമ്പോർട്ടന്റ് ആണ്. രേവ എന്ന പൗരാണിക കാലഘട്ടത്തിൽ അറിയപ്പെട്ട നദിയാണ് നർമ്മദ. രേവ എന്ന പൗരാണിക കാലഘട്ടത്തിൽ അറിയപ്പെട്ട നദിയാണ് നർമ്മദ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തടാകങ്ങള്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്കയാണ്. ഇന്നലെ നമ്മൾ ചിൽക്ക പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ ഏറ്റവും വലിയ തടാകം ചിൽക്കയാണ്. ഒഡീഷയിലാണ് ചിൽക്ക തടാകം. ഇതിൽ ഇന്നലെ നമ്മൾ 2 ഐലൻഡുകൾ പഠിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഐലൻഡും ഹണിമൂൺ ഐലൻഡും. ഇത് രണ്ടും ചിൽക്ക തടാകത്തിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇനി 2 തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ആ വാക്കുകൾ ശ്രദ്ധിച്ചോണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം, ഏറ്റവും വലിയ ഉപ്പ് തടാകം അല്ലെങ്കിൽ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്കയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാംഭാർ ലേക്ക് ആണ്, രാജസ്ഥാനില്. രണ്ടും തിരിഞ്ഞു പോകരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകം അല്ലെങ്കിൽ ലവണ തടാകം ചോദിച്ചാൽ അത് ചിൽക്കയും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ചോദിക്കുകയാണെങ്കിൽ അത് സാംഭാർ ലേക്കുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാറ്. വൂളാറിന് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി പഠിച്ചു. ഝലം നദി വന്നു ചേരുന്ന തടാകവും വൂളാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാറാണ്. ജലം നദി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജലം നദി വന്ന് പതിക്കുന്ന തടാകവും വൂളാറാണ്. ഓക്കെ. ദാൽ തടാകം കാശ്മീരിലാണ്. ഇന്ത്യയിലെ ശുദ്ധജല തടാകങ്ങളിൽ 2ാം സ്ഥാനത്തുള്ളത് കൊല്ലേരു ലേക്കാണ്. സോ ആദ്യത്തേത് വൂളാറും ശുദ്ധജല തടാകത്തിൽ 2ാം സ്ഥാനം കൊല്ലേരു തടാകത്തിനുമാണ്. കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലാണ്. അതിന് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് കൊല്ലേരു ആണ്. ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും കൊല്ലേരു ആണ്. ദക്ഷിണേന്ത്യയിലെ വലുതും ഇന്ത്യയിലെ 2ാമത്തേതുമാണ് കൊല്ലേരു. വടക്ക് കിഴക്ക്, നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്ടക് ആണ്. ലോക്ടക് തടാകം മണിപ്പൂരിലാണ്. ഇന്നലെ നമ്മൾ ഈ ലോക്ടക് വെച്ചിട്ട് 2 കാര്യങ്ങൾ പഠിച്ചു ഇല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത വില്ലേജ് കരാങ് എന്ന് പറഞ്ഞിട്ട്, ലോക്ടക്കിലുള്ള കരാങ് ആണ് ഏറ്റവും ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത വില്ലേജ്. അതുപോലെ തന്നെ ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം കേബിൾ ലംജാവോ, അത് ഈ ലോക്ടക് ലേക്കിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒഴുകുന്ന തടാകം എന്നറിയപ്പെടുന്നതും ലോക്ടക് ലേക്ക് ആണ്. ലോക്ടക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട്, ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്നത് ലോക്ടക് ലേക്കിലാണ്. സോ ലോക്ടക്കിന്റെ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. അതുപോലെ തന്നെ ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. വാട്ടർ ഹാൻഡ്ലൂം, ആദ്യത്തെ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്നത് ലോക്ടക്കിലാണ്. ഒഴുകുന്ന ദേശീയോദ്യാനം കേബിൾ ലംജാവോ ലോക്ടക്കിലാണ്. ആദ്യത്തെ കറൻസി രഹിത വില്ലേജ് ആയ കരാങ് ലോക്ടക്കിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചൊലാമു ലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചൊലാമു ലേക്ക്. സിക്കിമിലാണ് ചൊലാമു ലേക്ക്. ഇതിനകത്തുള്ള 3 ഈ 3 ക്വസ്റ്റ്യൻസും PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഉൽക്കാപതനത്തിന്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ക്രേറ്റർ തടാകം എന്ന് പറയാം. ക്രേറ്റർ, ഉൽക്ക വന്ന് വീണിട്ടുണ്ടാവാവുന്ന കുഴികളാണ് ക്രേറ്റർ. സോ ഇന്ത്യയിലെ ഒരു ക്രേറ്റർ തടാകം അല്ലെങ്കിൽ ഉൽക്കാപതനത്തിന്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകം, ഇതൊക്കെ ചോദിച്ചാൽ അത് ലോണാർ ആണ്. ലോണാർ തടാകം മഹാരാഷ്ട്രയിലാണ്. LONAR, ലോണാർ തടാകം മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ഉൽക്ക പതിച്ചുണ്ടായ തടാകം.
അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ക്രേറ്റർ ലേക്ക് അല്ലെങ്കിൽ ഒരേ ഒരു ക്രേറ്റർ ലേക്ക് എന്നൊക്കെ ചോദിച്ചാൽ ഇത് ലോണാർ ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ ലേക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ ലേക്ക്, അതായത് ഒരു നദിയില് മണ്ണിന് കൂടുതലായിട്ട് മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള കുറച്ച് വെള്ള ഭാഗം ഒരു റാ ഷേപ്പ്, മലയാളത്തിലെ റാ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ഷേപ്പിൽ വിട്ടുപോയിട്ട് അതൊരു തടാകമായി മാറുന്നതിനെയാണ് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കുക, 2 ക്വസ്റ്റ്യൻ ആണ് ഓക്സ്ബോ ലേക്കിന് ചോദിക്കാവുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ ലേക്ക് ചോദിക്കാം, അത് കൻവർ തടാകമാണ്. ബീഹാറിലെ കൻവർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ ലേക്ക്. ഇതൊരു തവണ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ ലേക്ക്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു ഓക്സ്ബോ ലേക്ക് ഉണ്ട്. കേരളത്തിലെ ഓക്സ്ബോ ലേക്കിന്റെ പേരാണ് വൈന്തല ലേക്ക്. വൈന്തല, VYNTHALA, വൈന്തല ലേക്ക് ചാലക്കുടി നദിയിലാണിത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ചോദിച്ചാൽ അത് കൻവർ തടാകം ബീഹാറിലാണ്. കേരളത്തിലും ഒരു ഓക്സ്ബോ തടാകം ഉണ്ട്, അതിന്റെ പേരാണ് വൈന്തല ലേക്ക് അല്ലെങ്കിൽ വൈന്തല തടാകം. ചാലക്കുടി നദിയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം അതാണ് ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ. റിഹാന്ത് എന്ന് പറയുന്ന ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് മണ്ണും ബാക്കി ചരലും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഉണ്ടായ വലിയൊരു കുഴിയുണ്ട്, ഒരു വലിയൊരു ഒരു ഡിപ്രഷൻ. ആ ഡിപ്രഷനിനുള്ളിൽ വെള്ളം നിറച്ച് അതിനൊരു തടാകമാക്കി മാറ്റുകയായിരുന്നു. അതിന്റെ പേരാണ് ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ. റിഹാന്ത് ഡാം, യുപിയിലെ റിഹാന്ത് ഡാമിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി എടുത്ത ആ സൈറ്റിലെ ഡിപ്രഷനിൽ വെള്ളം നിറഞ്ഞുണ്ടായ ലേക്ക്, മനുഷ്യനിർമ്മിതമായ തടാകമാണ് ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ചോദിച്ചാൽ അത് നാഗാർജുന സാഗർ ലേക്ക് ആണ്. നാഗാർജുന സാഗർ ലേക്ക് ആന്ധ്രാപ്രദേശിലാണ്. സോ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം നാഗാർജുന സാഗർ ലേക്ക് ആണ്. നാഗാർജുന സാഗർ ലേക്ക്. Then ഹൈദരാബാദും സെക്കന്ദരാബാദും ഇത് രണ്ടും ട്വിൻ സിറ്റീസ്, ഇരട്ട നഗരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹൈദരാബാദും സെക്കന്ദരാബാദും ഇന്ത്യയിലെ ഇരട്ട നഗരങ്ങളാണ്. ഈ 2 നഗരങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത് ഒരു തടാകമാണ്. ആ തടാകത്തിന്റെ പേരാണ് ഹുസൈൻ സാഗർ തടാകം. ഹുസൈൻ സാഗർ തടാകം. സോ ഹൈദരാബാദിനെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മുസി നദീതീരത്തുള്ള പട്ടണമാണ് ഹൈദരാബാദ്. ഹൈദരാബാദും സെക്കന്ദരാബാദും ഇന്ത്യയിലെ ഇരട്ട നഗരങ്ങളാണ്. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകത്തിന്റെ പേരാണ് ഹലോ യെസ് മാം. സ്ലീപ്പ് ആയതാ. എല്ലാരും ഉണ്ടോ? ഉണ്ട് സർ. പറയണേ. സ്ക്രീൻ കാണാമോ നിങ്ങൾക്ക്? സ്ലൈഡ് കാണാമോ? ഇല്ലല്ലോ. 1 മിനിറ്റ്. ഇപ്പൊ കാണാവോ?
ഇല്ല. ഇപ്പൊ കാണാം. വന്നിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ വേണം. കാണുന്നു. ഓക്കെ മിസ്. ഓക്കെ ഓക്കെ, ഷാബി സ്റ്റാർട്ട്. ഓക്കെ, സോ ഹൈദരാബാദ് ആൻഡ് സെക്കന്ദരാബാദിനെ വേർതിരിക്കുന്ന ലേക്കാണ് ഹുസൈൻ സാഗർ ലേക്ക്. അതുപോലെ ഇന്ത്യയിൽ ഒരു ഒറ്റ ബ്രഹ്മക്ഷേത്രമേ, ഒരു ബ്രഹ്മാവിന്റെ ഒരൊറ്റ ക്ഷേത്രമേ ഇന്ത്യയിലുള്ളൂ. അതിന്റെ പേരാണ് തീർത്ഥരാജ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് SSCക്ക് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, PSCക്ക് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു ക്വസ്റ്റൻ ഒന്ന് ഓർത്തിരിക്കുക. ഈ തീർത്ഥരാജ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബ്രഹ്മാവിന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തടാകം പുഷ്കർ ലേക്കിലാണ്. രാജസ്ഥാനിലെ പുഷ്കർ ലേക്കിന്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് ഒരു രസകരമായിട്ടൊരു സംഭവമുണ്ട്. ഇവിടുത്തെ നല്ല രസമാണ് സംഭവം. ഇവിടെ വെള്ള എലികൾ അവർ വളർത്തും. ഈ പറയുന്നത് നമ്മുടെ ചില അമ്പലങ്ങളിൽ ഈ മയിലിനെയൊക്കെ വളർത്തുന്ന പോലെ വെള്ള എലികളെ അവർ വളർത്തിയിട്ട് ഇവിടെ പ്രസാദമായിട്ട് തരുന്നത് പാലാണ്. ഈ പാല് ആദ്യം ഈ വെള്ള എലികൾക്ക് കുടിക്കാൻ കൊടുക്കുക, എന്നിട്ട് അവര് കുടിച്ചതിന്റെ മിച്ചമാണ് അവിടെ ഈ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അങ്ങനൊരു ഇതുണ്ട് അവിടെ കേട്ടോ. വെള്ളച്ചാട്ടങ്ങൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ഒരു 4-5 പേരൊന്ന് ഓർത്തിരിക്കണം. എന്നിട്ട് അതിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഈ 5 ക്വസ്റ്റ്യൻസ്. ഒന്ന്, വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. അതുപോലെ ദുദുമ വെള്ളച്ചാട്ടം. ദുദുമ വെള്ളച്ചാട്ടം ഒഡീഷയിലാണ്. ദുദുമ വെള്ളച്ചാട്ടം ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ചിത്രകൂട് വെള്ളച്ചാട്ടം, ഇത് 1-2 തവണ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. ചിത്രകൂട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചിട്ടുണ്ട്, സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും ചോദിച്ചിട്ടുണ്ട്. ചിത്രകൂട് വെള്ളച്ചാട്ടം ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലെ ഇന്ദ്രാവതി റിവർ, നമ്മൾ ഗോദാവരിയുടെ കൈവരിയായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദ്രാവതി റിവർ, ഈ ഇന്ദ്രാവതി റിവറിലാണ് ചിത്രകൂട് വെള്ളച്ചാട്ടം ഉള്ളത്. ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഒരു നാഷണൽ പാർക്കിനുള്ളിലാണ്. അതാണ് കാങ്കർ വാലി നാഷണൽ പാർക്ക്. സോ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ചിത്രകൂട് വെള്ളച്ചാട്ടം ഛത്തീസ്ഗഡിലാണ്, ഇന്ദ്രാവതി നദിയിലാണ്, കാങ്കർ വാലി നാഷണൽ പാർക്കിനുള്ളിലാണ് ചിത്രകൂട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ ഇന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് കുറ്റാലം വാട്ടർഫോൾസ്. ദക്ഷിണ ഇന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് കുറ്റാലം വാട്ടർഫോൾസ്. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്നത് ഹൊഗനക്കൽ വാട്ടർഫോൾസ് ആണ്. കാവേരി നദിയിലാണ് ഹൊഗനക്കൽ വാട്ടർഫോൾസ്. ദക്ഷിണ ഇന്ത്യയിലെ സ്പാ കുറ്റാലമാണെങ്കിൽ ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്നത് ഹൊഗനക്കൽ വാട്ടർഫോൾസ് ആണ്, കാവേരിയിലാണ്. ജെറസോപ്പ, ജോഗ് വാട്ടർഫോൾസിന്റെ 3-4 പോയിന്റ്സ് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ജോഗ് വാട്ടർഫോൾസ്. ഇത് ശരാവതി റിവറിലാണ് ജോഗ് വാട്ടർഫോൾസ് ഉള്ളത്. പക്ഷെ ഈ ജോഗ് വാട്ടർഫോൾസിന് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, അതാണ് ജെർസോപ്പ വാട്ടർഫോൾസ്. ജെർസോപ്പ വാട്ടർഫോൾസ്. സോ ജെർസോപ്പ വാട്ടർഫോൾസ് എന്ന അപരനാമത്തിലുള്ളത് ഇത് തന്നെയാണ്, ജോഗ് വാട്ടർഫോൾസ് ആണ്. ശരാവതി നദിയിലാണ്. ഇതിന്റെ ഹൈറ്റ് 253 മീറ്റർ ആണ്. 253 മീറ്റർ ആണ്. PSCക്കാണ് ഈ ജോഗ് വാട്ടർഫോൾസ് ഉത്തരമായിട്ടുള്ളത്. പക്ഷെ നമ്മൾ NCERT ബുക്സോ അല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വേറെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ഉത്തരം കുഞ്ചിക്കൽ വാട്ടർഫോൾസ് എന്നാണ്. കുഞ്ചിക്കൽ വാട്ടർഫോൾസ് ആണ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. പക്ഷെ PSCക്ക് ജോഗ് ആണ്. സോ നമ്മൾ PSCയുടെ നോക്കിയാൽ മതി. ദെൻ മറ്റൊരു വെള്ളച്ചാട്ടമാണ് മാർബിൾ വാട്ടർഫോൾസ്. 1-2 ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മാർബിൾ വാട്ടർഫോൾസ് നർമ്മദ നദിയിലുള്ള ദുവാൻദർ, DUANDHER, ദുവാൻദർ വാട്ടർഫോൾസിന്റെ മറ്റൊരു പേരാണ് മാർബിൾ വാട്ടർഫോൾസ്. സോ മാർബിൾ വാട്ടർഫോൾസ് നർമ്മദ നദിയിലാണ്. അത് ദുവാൻദർ വാട്ടർഫോൾസിന്റെ മറ്റൊരു പേരാണ് മാർബിൾ വാട്ടർഫോൾസ്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദൂദ് സാഗർ. ദൂദ് സാഗർ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല രസമായിട്ട്. ദൂദ് സാഗർ വാട്ടർഫോൾസ് ഗോവയിലാണ്. നമ്മൾ കൊങ്കൺ റെയിൽ വഴി പോകുമ്പോൾ നല്ലൊരു മഴക്കാലത്താണ് പോകുന്നതെങ്കിൽ നമുക്ക് ദൂദ് വാട്ടർഫോൾസിന്റെ മുന്നിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. സോ ദൂദ് വാട്ടർഫോൾസ് ഗോവയിലാണ്. മാണ്ഡോവി നദിയിലാണ് ദൂദ് വാട്ടർഫോൾസ് ഉള്ളത്. മാണ്ഡോവി നദി ഗോവയിലാണ് ദൂദ് വാട്ടർഫോൾസ് ഉള്ളത്. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് വാട്ടർഫോൾസ് ആണ് ഹുന്ദ്രു, HUNDRU, ഹുന്ദ്രു വാട്ടർഫോൾസ്. ജാർഖണ്ഡിലാണ് ഹുന്ദ്രു വാട്ടർഫോൾസ്. സുബർണരേഖ നദിയിലാണ്. സുബർണരേഖ നദിയിലുള്ള
വാട്ടർഫോൾസ് ജാർഖണ്ഡില്. ഇതാണ് കുന്ദ്രു വാട്ടർഫോൾസ്. പിന്നെ നമ്മൾ ഹൊഗനക്കിൽ പഠിച്ചു, കാവേരിയിലാണെന്ന് പഠിച്ചു, ജോഗ് ശരാവതിയിലാണെന്ന് പഠിച്ചു. അതുപോലെ കുറ്റാലമാണ് ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്നത്. അതുപോലെ ചിത്രകോട്ട് വാട്ടർഫോൾസ് ഇന്ദ്രാവതി നദിയിലാണ്, ഛത്തീസ്ഗഡിലാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ചിലപ്പോൾ ചോദിക്കാവുന്ന ചില ഇടയ്ക്കൊക്കെ അവർ ചോദിച്ചിട്ടുള്ളൂ, ഇന്ത്യയിൽ ഒരു 4-5 തടാകങ്ങളുടെ പേര് അത് ഏത് സംസ്ഥാനത്താണെന്നുള്ളത് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നൈനിറ്റാൾ തടാകം. നൈനിറ്റാൾ തടാകം എവിടെയാണ്? ഡെറാഡൂണിലാണ് നൈനിറ്റാൾ. ഡെറാഡൂണില് ഉത്തരാഖണ്ഡിലാണ്. സംസ്ഥാനമാണെങ്കിൽ ഉത്തരാഖണ്ഡ്, സ്ഥലമാണെങ്കിൽ ഡെറാഡൂണിന് അടുത്താണ് നൈനിറ്റാൾ. സോ നൈനിറ്റാൾ തടാകം ഉത്തരാഖണ്ഡിലാണ്. അതുപോലെ ചോദിച്ചിട്ടുള്ള ഒന്നാണ് രേണുക തടാകം. രേണുക തടാകം ഹിമാചൽ പ്രദേശിലാണ് രേണുക തടാകം. അതുപോലെ ഒന്നാണ് നൽ സരോവർ. നൽ സരോവർ NALSAROVAR നൽ സരോവർ തടാകം. അത് ഗുജറാത്തിലാണ്. നൽ സരോവർ തടാകം ഗുജറാത്തിലാണ്. പിന്നെ നമ്മൾ പഠിച്ചതാണ് ദാൽ കാശ്മീരില്, അതുപോലെ തന്നെ വൂളാർ കാശ്മീരിലാണെന്ന് പഠിച്ചു. അതുപോലെ നമ്മൾ പഠിച്ച മറ്റൊന്നാണ് ലോക്ടക് മണിപ്പൂരിലാണ്, സാമ്പാർ തടാകം രാജസ്ഥാനിലാണ്, ചിൽക്ക തടാകം ഒഡീഷയിലാണ്, കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലാണെന്ന് പഠിച്ചു. ദെൻ കൻവർ തടാകം ഇന്ത്യയിലെ ഒരു ഓക്സ്ബോ ലേക്കാണ്. കൻവർ തടാകം ബീഹാറിലാണ്. ദെൻ പുലിക്കട്ട് തടാകം, അതൊന്ന് പുലിക്കെട്ട് തടാകം PULICAT പുലിക്കെട്ട് തടാകം, അതും ആന്ധ്രാപ്രദേശിലാണ്. പുലിക്കെട്ട് തടാകം ആന്ധ്രാപ്രദേശിലാണ്. സോ ഇത്രയൊക്കെ മതി പ്രധാനമായിട്ട്. സോ ഇന്ത്യയിൽ ഇനി നമുക്കുള്ളത് ഊർജ സ്രോതസ്സുകളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗതാഗതവും പിന്നെ വ്യവസായം, ഈ 3 പോയിന്റ്സ് നമുക്ക് 7th 8th ആയിട്ട് എടുക്കാം. നമുക്ക് ഇനിയിപ്പോ ബാക്കി കേരള ജോഗ്രഫി നാളെ കൊണ്ട് കേരള ജോഗ്രഫിയുടെ മെയിൻ പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതിലിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ കേരള ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യട്ടെ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ കേരള ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യാണ്. കാണുന്നുണ്ടോ? കാണാം. അനു, ഞങ്ങൾ 2-3 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ഇടൂ. നിങ്ങള് മെസ്സേജസിൽ ആൻസേഴ്സ് ഇട്ടാൽ മതി. ഒരു ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ആദ്യത്തെ മാരിടൈം മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ആരാ ആൻസർ ഇടാൻ പോകുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ മാരിടൈം മ്യൂസിയം. സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സാമിന്. ഇന്ത്യയുടെ ആണ്, എല്ലാവരും കേരള ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ മാരിടൈം മ്യൂസിയം എവിടെയാണ്? പോർച്ചുഗീസുമായിട്ട് ചേർന്നാണ് ഇന്ത്യയിൽ ആ ഒരു മാരിടൈം മ്യൂസിയം വരുന്നത്. ഞാൻ ഉത്തരം പറയാം. ലോത്തലാണ്, ഗുജറാത്തിലെ ലോത്തൽ, LOTHAL, ഗുജറാത്തിലെ ലോത്തലിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ മാരിടൈം മ്യൂസിയം വരുന്നത്. ഓക്കെ. അതുപോലെ നമ്മൾ എക്സാം പേപ്പേഴ്സിൽ കാണാറില്ലേ ബാർകോഡുകൾ? ഈ ബാർകോഡിന്റെ പിതാവ് 2019 അവസാനം മരിച്ചുപോയി. ഹി ഡൈഡ്. സോ ഈ അടുത്തിടയ്ക്ക് മരിച്ച ബാർകോഡിന്റെ പിതാവ് ഉത്തരം ഞാൻ മെസ്സേജിൽ ഇടാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. ജോർജ് ലോയർ ആണ്. ജോർജ് ലോയർ, ലോയർ അല്ല, ലോറർ. ജോർജ് ലോറർ ആണ്. ജോർജ് ലോറർ ആണ് ഈ അടുത്ത് മരിച്ച ബാർകോഡിന്റെ പിതാവ്.
നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കഴിഞ്ഞു നിങ്ങളുടെ? ഇല്ല മിസ്, ഇല്ല. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഇടയ്ക്ക് ഞാൻ അടുത്ത് എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. നമുക്കിപ്പം കേരള ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം പഠിക്കുക കേരളത്തിന്റെ അക്ഷാംശ രേഖയും രേഖാംശ രേഖയുമാണ്, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. കേരളത്തിന്റെ അക്ഷാംശ രേഖ 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വരെയാണ്. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ രണ്ട് വാല്യൂസ് ഒന്ന് ഓർത്തിരിക്കുക, എളുപ്പമാണ്. 8 ഡിഗ്രിക്കും 12 ഡിഗ്രിക്കും ഇടയിൽ വടക്ക്. അതുപോലെ തന്നെ രേഖാംശമാണെങ്കിൽ 74 ഡിഗ്രി 27 മിനിറ്റ് 12 സെക്കൻഡ്, 77 ഡിഗ്രി 27 മിനിറ്റ് 12 സെക്കൻഡ്. ആഹാ, ഒരു 74ഉം 77ഉം പഠിച്ചാൽ മതി, ബാക്കി രണ്ടും ഒരേ വാല്യൂസ് തന്നെയാണ് അല്ലെ. സോറി, ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 12 ഡിഗ്രി അല്ല, 74 27 40 ആണ്, 40 ആണ്. അതൊന്ന് മിസ്റ്റേക്ക് ആണ്. രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റ് 40 സെക്കൻഡ് ആണ്. സോ ഒന്ന് ഓർത്തിരിക്കുക, അക്ഷാംശം 8 ഡിഗ്രിക്കും 12 ഡിഗ്രിക്കും ഇടയ്ക്കാണ് കേരളത്തിൻ്റെത്. രേഖാംശമാണെങ്കിൽ 74 ഡിഗ്രിക്കും 77 ഡിഗ്രിക്കും ഇടയിലാണ്. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്നതും കേരളമാണ്. മൺസൂണിന്റെ കവാടം കേരളമാണ്. ഇന്നലെ നമ്മളൊരു 4 ചുരങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന ചുരം ബൊലാൻ പാസ്, കേരളത്തിന്റെ കവാടം പാലക്കാട് ചുരം, അങ്ങനെ കുറച്ച് പഠിച്ചു. അതുപോലെ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, പല പേരുകളാണെന്നേ ഉള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നമ്മുടെ ആ ഒരു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷം, ഇടവപ്പാതി, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം, ഈ ഒരു സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇന്ത്യയുടെ ക്ലൈമറ്റ് നമ്മൾ ഇന്നലെ പഠിച്ചു. ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണ് ഇന്ത്യയുടെ ക്ലൈമറ്റ്, ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ട്രോപ്പിക്കൽ പാരഡൈസ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ പാരഡൈസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്ഷദ്വീപ് എന്നുള്ള ഒരു കാര്യം പഠിച്ചു. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങളൊന്നും ഓർത്തിരിക്കണം കേട്ടോ. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേര്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ, വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേര് തുലാവർഷമാണ്, തുലാവർഷം. കേരളത്തിന്റെ വിസ്തീർണം ഓർത്തിരിക്കുക, 38,863 ആണ് കേരളത്തിന്റെ വിസ്തീർണം. 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം. കേരളത്തിൻ്റെത് 38,863. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.12. ആ വാല്യൂ അതുപോലെ പഠിക്കുക. ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? ഇന്ത്യൻ ചോദിച്ചാൽ 2.42. ഇത് ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിക്കുകയാണെങ്കിൽ 1.18%. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം ചിലപ്പോൾ ഓപ്ഷനിൽ 580 ആണെങ്കിൽ 580 എഴുതുക. 580 ഇല്ല, 590 ആണെങ്കിൽ അതും PSC ശരിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ നോക്കുക. 580 ഉണ്ടെങ്കിൽ അത് എഴുതുക, ഇല്ലെങ്കിൽ 590 ഉണ്ടെങ്കിൽ അത് എഴുതുക. സോ കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ ആണ്. ഓപ്ഷനിൽ 580 ഇല്ലെങ്കിൽ മാത്രം 90 ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ 590 എഴുതുക. ഇന്ത്യയുടെ കടൽ തീരത്തിന്റെ നീളം നമ്മൾ പറഞ്ഞു ഇന്നലെ, 7,516.6 കിലോമീറ്റർ ആണ്. അതിൽ ലക്ഷദ്വീപും ആൻഡമാനും മാറ്റി നിർത്തി കഴിഞ്ഞാൽ 6,100 കിലോമീറ്റർ ആണ്. എന്നാൽ കേരളത്തിന്റെ കടൽ തീരം 580 കിലോമീറ്റർ ആണ്. അതിൽ തന്നെ 580 ഇല്ല, 590 ആണ് ഓപ്ഷനിലുള്ളതെങ്കിൽ 90 എഴുതുക. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം, നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് 560 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞു 3214 കിലോമീറ്റേഴ്സ്. കേരളത്തിന്റെ നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ, 560 560 കിലോമീറ്റർ. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, കാരണം ജമ്മു ആൻഡ് കാശ്മീർ ബൈഫർക്കേറ്റ് ചെയ്യുന്ന തൊട്ട് മുമ്പ് വരെ
കേരളത്തിന്റെ സ്ഥാനം 22ആയിരുന്നു. പക്ഷെ ഇപ്പോ വിസ്തീർണത്തിൽ ഇന്ത്യയിൽ കേരളത്തിന്റെ സ്ഥാനം 21ആണ്. വിസ്തീർണത്തിൽ ഇന്ത്യയിൽ കേരളത്തിന്റെ സ്ഥാനം 21ആണ്. എന്നാൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ കേരളത്തിന്റെ സ്ഥാനം 13ആണ്. ആ രണ്ട് വാല്യൂ ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യ ഏരിയ വൈസ് വിസ്തീർണം എടുക്കുകയാണെങ്കിൽ മൊത്തം ഇന്ത്യയുടെ 21ആം സ്ഥാനത്താണ് കേരളം. എന്നാൽ ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ മൊത്തം ഇന്ത്യയുടെ 13ആം സ്ഥാനത്താണ് കേരളം. ഓക്കെ, ഇതിന്റെ ബൗണ്ടറീസ് ആണ് കേരളത്തിന്റെ വടക്ക് കർണാടകയാണ്, തെക്ക് തമിഴ്നാടാണ്, പടിഞ്ഞാറ് ഈ പറയുന്ന കണക്ക് അറേബ്യൻ സീയും, കിഴക്ക് തമിഴ്നാടും അതുപോലെ പശ്ചിമഘട്ടം, സഹ്യാദ്രി, ഇതൊക്കെയാണ് ഇതിന്റെ ബൗണ്ടറി ഏരിയാസ്, അതിർത്തികൾ. ഈ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് PSC. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. 2 സ്റ്റേറ്റുമായിട്ടും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കേരളത്തിലെ തേനീച്ച മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയോ? കേരളത്തിലെ തേനീച്ച മ്യൂസിയം ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. കേരളത്തിലെ തേനീച്ച മ്യൂസിയം മാവേലിക്കരയിലാണ് കേട്ടോ. കേരളത്തിലെ തേനീച്ച മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ്. സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ ചുറ്റപ്പെട്ടതുമായ ജില്ല. ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. അതായത് സമുദ്രാതിർത്തി ഒന്നും തന്നെ ഇല്ല, എന്നാൽ മറ്റു സംസ്ഥാനങ്ങളായിട്ട് കർണാടകവുമായിട്ടോ തമിഴ്നാടുമായിട്ടോ അതിർത്തി ഇല്ല. അതുപോലെ തന്നെ ഇതിന്റെ അതിർത്തി എന്ന് പറയുന്നത് കേരളത്തിലെ ബാക്കി ജില്ലകളാണ്. അങ്ങനെ ഒരു ജില്ല കേരളത്തിലുണ്ട്, അത് കോട്ടയമാണ്. ഇത് കേരളത്തിന്റെ മാപ്പ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതറിയാൻ പറ്റും. കണ്ടോ, നമുക്കിവിടെ കോട്ടയം കാണാം. ഈ കാണുന്നത് കോട്ടയമാണ്. കോട്ടയത്തിന്റെ ബൗണ്ടറീസ് ഇടുക്കിയും പത്തനംതിട്ടയും ആലപ്പുഴയും എറണാകുളവുമാണ്. മറ്റ് സ്റ്റേറ്റുകളായിട്ടോ കടൽ തീരവുമായിട്ടോ അതിന് യാതൊരുവിധ അതിർത്തികളും ഇല്ല. അങ്ങനെയുള്ള കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് കോട്ടയം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം കണ്ണൂരിനടുത്തുള്ള മാഹിയാണ്. മാഹി എന്ന് പറയുന്നത് പുതുച്ചേരി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ജില്ലയാണ്. പുതുച്ചേരിക്ക് 3 ജില്ലകളാണുള്ളത്. ഒന്ന് മാഹി, ഒന്ന് കാരയ്ക്കൽ, ഒന്ന് യാനം. ഇതിൽ മാഹി കേരളത്തിലും കാരയ്ക്കൽ തമിഴ്നാട്ടിലും യാനം ആന്ധ്രാപ്രദേശിലും, അങ്ങനെ 3 സ്റ്റേറ്റുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി എന്ന് പറയുന്നത്. ഈ പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമുക്ക് 3 ആയിട്ടാണ് തരംതിരിക്കാവുന്നത്. മലനാട്, അതായത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഭാഗമാണ് മലനാട്, അത് 48%. കേരളത്തിന്റെ 48% മലനാടാണ്. അതിനുശേഷം ഇടനാട്, മിഡ്ലാൻഡ് 42%. തീരദേശം 10%. സോ ഓർത്തിരിക്കുക, ഈ കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഏറ്റവും കുറവ് കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഹിൽസ്, കാർഡമം ഹിൽസ്, കണ്ണൻദേവൻ ഹിൽസ്, ഇതൊക്കെ വരുന്നത് മലനാടിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇടനാട്, ഈ ഒരു മഞ്ഞ കളറും അതിന്റെ സൈഡിലുള്ള ഡാർക്ക് ബ്ലൂ, ഇതൊക്കെ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. ആനമുടി കേരള ജോഗ്രഫിയിൽ പ്രധാനമായിട്ടുള്ള ഒരു പോർഷനാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ഉയരം 2695 മീറ്റർ. ഉയരം 2695 മീറ്റർ. ഉയരം 2695 മീറ്റർ. മൂന്നാറിലെ ദേവികുളം താലൂക്ക്, ഇടുക്കിയിലുള്ള മൂന്നാറിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മൾ നേരത്തെ പഠിച്ചു. തെക്കേ ഇന്ത്യയിലെ പശ്ചിമഘട്ടം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടി മൂന്നാറിലാണ്, ദേവികുളം താലൂക്കിലാണ്, ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. ഹിമാലയത്തിന്റെ തെക്ക്, ഇത് PSC ചോദിച്ചിട്ടുണ്ട്, ഹിമാലയത്തിന്റെ തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഹിമാലയത്തിന്റെ തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ചോദിച്ചാൽ അത് ആനമുടിയാണ്. 2695 മീറ്റർ ഉയരമുള്ള ആനമുടിയാണ്.
ഇരവികുളം ദേശീയ ഉദ്യാനത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ്. അല്ലെങ്കിൽ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആനമുടിയാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ആനമുടിയാണ്. മൂന്നാറില് ദേവികുളം താലൂക്ക്, ഇടുക്കി 2695 മീറ്റർ ആണ് ഉയരം. ഹിമാലയത്തിന്റെ തെക്കുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഇതെല്ലാം ഏത് തന്നെയാണ്? ആനമുടി തന്നെയാണ്. ആനമുടി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. ഇതും ഇടുക്കിയിൽ തന്നെയാണ്. ഓക്കെ. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ മലനിര. പശ്ചിമഘട്ടം നമ്മൾ പറഞ്ഞു 6 സ്റ്റേറ്റുകളിലൂടെയാണ് പോകുന്നത്, ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ. അതിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്റ്റേറ്റ് ആണ് നമ്മുടെ ഈ പറയുന്ന തമിഴ്നാട്, അതിനു മുമ്പ് കേരളം. സോ പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തുള്ള മലനിരയുടെ പേരാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടം ഓർക്കുക. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തുള്ള മലനിരയാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടത്തിന്റെ ഹൈറ്റ് ചോദിച്ചിട്ടുണ്ട് PSC. 1868 മീറ്റർ. 1868 മീറ്റർ ആണ്. അടുത്തതും PSCയുടെ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ്. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. 2016 യുനെസ്കോ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖല. 2016 യുനെസ്കോ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖലയാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഈ പറയുന്ന യുനെസ്കോയുടെ ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. യുനെസ്കോയുടെ ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ആദ്യത്തെ ജൈവമണ്ഡലം, ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡലം നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഈ അഗസ്ത്യാർകൂടം നെടുമങ്ങാട്, തിരുവനന്തപുരത്ത് നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. സോ അഗസ്ത്യാർകൂടമാണ് പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തുള്ള മലനിര. അല്ലെങ്കിൽ മലനിര അല്ലെങ്കിൽ കൊടുമുടി എന്ന് ചോദിച്ചാലും അഗസ്ത്യാർകൂടമാണ്. ഉയരം 1868 മീറ്റർ ആണ്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം, അഗസ്ത്യവനം ബയോ റിസർവ് ആണ്. അതുപോലെ യുനെസ്കോയുടെ ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ സംരക്ഷിത മേഖല, ജൈവ മേഖലയാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. അത് 10ാമത്തെ ജൈവമണ്ഡലമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുനെസ്കോയുടെ പട്ടികയിലെ ആദ്യത്തെ ഇന്ത്യയിൽ നിന്നുള്ള ജൈവമണ്ഡലം നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. പാലക്കാട് ചുരം കേരളത്തിലെ ജോഗ്രഫിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പാലക്കാട് ചുരം. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? ഈ അടുത്തിടയ്ക്കുള്ള ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. ഇതുപോലെ നമ്മൾ സത്ലജ് പഠിച്ചു. ഷിപ്കീല ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് സത്ലജ്. അതുപോലെ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. പാലക്കാട് ചുരം കേരളത്തിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ദക്ഷിണ ഇന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ചോദിച്ചാലും പാലക്കാട് ചുരം തന്നെയാണ്. പാലക്കാട് ചുരത്തിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു ദേശീയപാത, നാഷണൽ ഹൈവേ ഉണ്ട്. അതാണ് നാഷണൽ ഹൈവേ 544. നാഷണൽ ഹൈവേ 544. ആ പോയിന്റ് ഓർമ്മിക്കുക. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് ദേശീയപാത 544. നദി ചോദിക്കുകയാണെങ്കിൽ അത് ഭാരതപ്പുഴയാണ്. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് പാലക്കാട് ചുരത്തിനാണ്. അതായത് കേരളത്തിൽ നിന്നുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിനെ തമിഴ്നാട്ടിലേക്കും തിരിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിട്ട് ആ ഒരു കാലാവസ്ഥ ബാലൻസ് ചെയ്യുന്നത് പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണിത്. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചുരമാണ് വയനാട് ചുരം. ചോദിച്ചിട്ടുണ്ട് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വയനാട് ചുരം വയനാടല്ല സ്ഥിതി ചെയ്യുന്നത്, കോഴിക്കോടാണ്. ഇതിന്റെ മറ്റൊരു പേരാണ് താമരശ്ശേരി ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. മറ്റൊരു പേരാണ് താമരശ്ശേരി ചുരം. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാലിക്കറ്റ് സർവകലാശാല കോഴിക്കോടല്ല, അത് മലപ്പുറത്താണ്. ഓക്കെ, സോ തിരിഞ്ഞു പോകരുത്. ഇങ്ങനെ ഒരു 2 ട്വിസ്റ്റ് ഉണ്ട്.
വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്, എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറവുമാണ്. വയനാട് ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ഒരു ആദിവാസിയുണ്ട്, കരിന്തണ്ടൻ എന്നാണ്. കരിന്തണ്ടൻ, നമുക്ക് വയനാട് ചുരം കാണുമ്പോൾ കരിന്തണ്ടനെ തളച്ചിട്ടിരിക്കുന്ന ഒരു ചങ്ങലയൊക്കെ ആയിട്ടുള്ളത് കാണാൻ പറ്റും ആ ചുരത്തില്. വയനാട് ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ. ആര്യങ്കാവ് ചുരം വഴി കടന്നു പോകുന്ന, നമ്മുടെ കൊല്ലത്താണ് ആര്യങ്കാവ് ചുരം, നമ്മുടെ പുനലൂരിനെയും ചെങ്കോട്ടയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ആര്യങ്കാവ് ചുരം. ഈ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദേശീയപാതയുണ്ട്, ദേശീയപാത 744. ദേശീയപാത 544 ആണെങ്കിൽ അത് പാലക്കാട് ചുരം, ദേശീയപാത 744 ആണെങ്കിൽ അത് ആര്യങ്കാവ് ചുരമാണ്. അതുപോലെ ഇടുക്കിയിലുള്ള ഒരു ചുരമാണ് ബോഡിനായ്ക്കന്നൂർ ചുരം. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ പാസ് ചെയ്ത് പോകുന്ന നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേ 85. നാഷണൽ ഹൈവേ 85. ഇത്രയും ചോദ്യങ്ങൾ, ഈ 4 ചോദ്യങ്ങളും PSC ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത്, ചിറാപ്പുഞ്ചി നമ്മൾ ഇന്നലെ പഠിച്ചു. ചിറാപ്പുഞ്ചിയും മൗസിൻ റാമും ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഖാസി കുന്നുകളിലാണെന്ന് പഠിച്ചു. ഈ ഖാസി, ഖാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് പഠിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻ റാം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നനവുള്ള പ്രദേശമാണ് ചിറാപ്പുഞ്ചി. ചിറാപ്പുഞ്ചിയുടെ പുതിയ പേരാണ് സോഹ്ര. ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു. ഇനി ചോദ്യം ഇതാണ്, കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. കേരളത്തിന്റെ ചിറാപ്പുഞ്ചി ലക്കിടിയാണ്. കേരളത്തിന്റെ ചിറാപ്പുഞ്ചി വയനാടുള്ള ലക്കിടിയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മഴനിഴൽ പ്രദേശം, അതായത് കേരളത്തിൽ മഴ ലഭിക്കാത്ത ഒരു ഏരിയയാണ്, മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. ഇടുക്കിയിലുള്ള ചിന്നാറാണ്. ചിന്നാറാണ് കേരളത്തിലെ മഴ നിഴൽ പ്രദേശം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മൗണ്ടെയിൻസിന്റെ അറേഞ്ച്മെന്റ് കൊണ്ടാണ് അവിടെ ഒരു മഴ നിഴൽ പ്രദേശമായിട്ട് നിൽക്കുന്നത്. സോ കേരളത്തിലും അധികം മഴ ലഭിക്കാത്തൊരു സ്ഥലമാണ് ചിന്നാർ, മഴ നിഴൽ പ്രദേശമാണ്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല, കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഒബ്വിയസ്ലി നമുക്കറിയാം പാലക്കാടാണ്. പാലക്കാട് ചുരം അതിന്റെ ഒരു പ്രധാന കാരണമാണ്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ചോദിക്കുകയാണെങ്കിൽ അത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ചോദിച്ചാൽ പാലക്കാടും, ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലെ പുനലൂരുമാണ്. കുറച്ച് മഴയുമായിട്ട് റിലേറ്റ് ചെയ്ത സാധനങ്ങളാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ആണ്, നമ്മുടെ മൺസൂൺ സമയം അല്ലെ. എത്ര മണി വരെയാ ക്ലാസ്? 4 മണി വരെ. 4 സോറി 4 അല്ലേ. ഈ ഒരു സ്ലൈഡും കൂടി തീർത്തിട്ട് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓക്കെ മാം. സോ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ആണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജാനുവരി ആണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കോഴിക്കോടും. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരവുമാണ്. ഓക്കെ, അതുപോലെ ഈ 2 പോയിന്റ്സും കൂടെ ഓർക്കുക. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറാണ്, എന്നാൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലവുമാണ്. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ജില്ല കോഴിക്കോടും കുറവ് കിട്ടുന്ന ജില്ല തിരുവനന്തപുരവും. കൂടുതൽ കിട്ടുന്ന പ്രദേശം നേര്യമംഗലവും കുറവ് കിട്ടുന്ന പ്രദേശം ചിന്നാർ അല്ലെങ്കിൽ മഴനിഴൽ പ്രദേശം ചിന്നാറാണ്, ഇടുക്കിയിലാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജാനുവരി, കുറവ് മഴ ലഭിക്കുന്ന മാസം കുറവ് മഴ ലഭിക്കുന്ന ജാനുവരി, ജൂലൈയും. അതെ. അപ്പോ ബാക്കി നമുക്ക് അങ്ങനെയാണെങ്കിൽ നാളെ എടുക്കാം. കേരള ഫുൾ ജോഗ്രഫി നാളെ തീർക്കാം.